നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് സ്വാഗതം. ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ചുള്ള ഉദയാസ്തമന പൂജ റദ്ദാക്കിയത് ചോദ്യം ചെയ്ത തന്ത്രി കുടുംബം നൽകിയ ഹർജിയിൽ ആചാരങ്ങൾ അതേപടി തുടരേണ്ടതായിരുന്നെന്ന് സുപ്രീം കോടതി. പൂജകൾ ദേവചൈതന്യം വർദ്ധിപ്പിക്കാനെന്ന് കോടതിയുടെ നിരീക്ഷണം. ഭക്തരുടെ അസൗകര്യമെന്ന ദേവസ്വം ബോർഡ് വാദം നിലനിൽക്കുമോ എന്ന് നോക്കണം. തിരക്ക് മറികടക്കാൻ ദേവസ്വം ബോർഡ് മറ്റ് മാർഗങ്ങൾ കണ്ടെത്തണം. ക്ഷേത്ര വെബ്സൈറ്റിലെ പട്ടികയനുസരിച്ച് പൂജകൾ നടക്കണം. ഹർജിയിൽ സുപ്രീം കോടതി തന്ത്രിക്കും ദേവസ്വം ഭരണസമിതിക്കും നോട്ടീസ് അയച്ചു. ജനം ഡിബേറ്റിൽ ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു, സാമൂഹ്യ നിരീക്ഷകൻ വിദ്യാസാഗർ ഗുരുമൂർത്തി, ഗുരുവായൂർ ക്ഷേത്ര രക്ഷാസമിതി സെക്രട്ടറി ബിജേഷ് കുമാർ എന്നിവ അതിഥികളാവുന്നു. 3 അതിഥികളെയും സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു, ഒപ്പം പ്രേക്ഷകരെയും. ശ്രീ RV ബാബു, ഗുരുവായൂരിൽ ഉദയാസ്തമന പൂജ മാറ്റിയ വിഷയത്തിൽ ആചാരങ്ങൾ അതേപടി തുടരേണ്ടതായിരുന്നു എന്നാണിപ്പോൾ സുപ്രീം കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. തിരക്ക് നിയന്ത്രിക്കാൻ പൂജ മാറ്റിയതിലും വിമർശനം ഉണ്ട്. എങ്ങനെ നോക്കിക്കാണുന്നു സുപ്രീം കോടതിയുടെ ഈ ഇടപെടലിനെ? തീർച്ചയായും സ്വാഗതാർഹമായ ആശ്വാസകരമായ ഒരു നിരീക്ഷണം തന്നെയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഭക്തജനങ്ങളുടെ വലിയൊരു ആശങ്കയായിരുന്നു ഈ വിഷയത്തിൽ. ഈ ഉദയാസ്തമന പൂജ ഏകാദശി ദിവസം, ഗുരുവായൂർ ഏകാദശി ദിവസം ഉദയാസ്തമന പൂജ മാറ്റിവെച്ചത് ഒരു നിലപാട്, ദേവസ്വം ബോർഡിന്റെ നിലപാട്, അതിന് തന്ത്രി അനുമതി കൊടുത്തത് ഒക്കെ വല്ലാതെ മാനസികമായ ബുദ്ധിമുട്ടുകൾ വിശ്വാസികൾക്കുണ്ടാക്കിയ സംഭവമാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ഹർജി ഹൈക്കോടതിയിൽ പോയപ്പോൾ ഹൈക്കോടതി തന്ത്രിയുടെ തീരുമാനത്തിൽ ഇടപെടാനാവില്ല എന്നൊരു നിലപാടെടുക്കുകയും അതിനെ തുടർന്നാണ് തന്ത്രി കുടുംബം പിന്നീട് സുപ്രീം കോടതിയിൽ പോവുകയും ചെയ്തത്. അപ്പോൾ സുപ്രീം കോടതി പ്രഥമദൃഷ്ട്യാ തന്നെ ഈ കേസ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷേത്രത്തിലെ ആചാരങ്ങൾ അത് സൗകര്യാർത്ഥം മാറ്റിമറിക്കാനുള്ളതല്ല എന്ന കൃത്യമായൊരു മെസ്സേജാണ് സുപ്രീം കോടതിയുടെ പരാമർശത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആചാരങ്ങൾ അത് പാലിക്കപ്പെടാനുള്ളതാണ്, അത് സൗകര്യം അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനുള്ളതല്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. ഉദയാസ്തമന പൂജ ഏകാദശിയോടനുബന്ധിച്ച് തുടങ്ങിയതാണ്. ആ ഉദയാസ്തമന പൂജ ഏകാദശിയോടനുബന്ധിച്ചുള്ള അത് കൃത്യമായിട്ട് പാലിക്കേണ്ടതാണ്. ഭക്തജനങ്ങളുടെ തിരക്കാണ് ഇതിന് കാരണം എന്ന് പറഞ്ഞ് ഒഴിയാൻ സാധ്യമല്ല, അതിന് മറ്റു മാർഗങ്ങൾ കണ്ടെത്തേണ്ടതാണ് എന്ന് കൃത്യമായ ഒരു സന്ദേശം തന്നെ സുപ്രീം കോടതി കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ അനിൽ നമ്പ്യാർ, നമ്മളെയൊക്കെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം, നമുക്കറിയാം ആചാരങ്ങൾ എന്ന് പറയുമ്പോൾ അതങ്ങനെ മാറ്റാൻ പറ്റാത്തതാണെന്നൊന്നും നമ്മൾ ഒരു കാലത്തും പറഞ്ഞിട്ടില്ല. ഹിന്ദുക്കൾ അങ്ങനെ അതിൽ ബലം പിടിച്ചു നിൽക്കുന്നവരുമല്ല. പക്ഷെ ആരാണ് മാറ്റേണ്ടത്, ആർക്കാണത് മാറ്റാനുള്ള അവകാശം, അധികാരം എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ നമുക്ക് വ്യക്തതയുണ്ട്. നമ്മളിത് വളരെ അധികം തവണ ചർച്ച ചെയ്തിട്ടുമുണ്ട്. കോടതിയോ സർക്കാരോ അല്ലെങ്കിൽ ഭരണസമിതിയോ ഒന്നുമല്ല ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ആചാരങ്ങളെ മാറ്റേണ്ടത്. ആചാരങ്ങൾ പരിഷ്കരിക്കേണ്ടതോ അല്ലെങ്കിൽ ആചാരങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തേണ്ടതോ ഒന്നും ഈ പറയുന്ന ഭരണ സംവിധാനങ്ങളല്ല. അതെല്ലാം തികച്ചും അഡ്മിനിസ്ട്രേറ്റീവ് ബോഡീസാണ്. ക്ഷേത്രങ്ങളുടെ ആധ്യാത്മിക വിഷയങ്ങൾ, ആചാരപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ബോഡിയുണ്ട്, ആധ്യാത്മിക ഗുരുക്കന്മാരുണ്ട്, തന്ത്രിമാരുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളിൽ അവരാണ് ചർച്ച ചെയ്യേണ്ടത്, അവരിലൂടെ ആണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. അങ്ങനെ ചർച്ച ചെയ്ത് മാറ്റിയ ഒരുപാട് ആചാരങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. ഭാരതത്തിലെമ്പാടും അത്തരത്തിൽ നമുക്ക് ഉദാഹരണങ്ങൾ കാണിക്കാൻ സാധിക്കും. പക്ഷേ അതൊക്കെ മാറ്റിയത് ഇത്തരത്തിൽ ഒരു സഭ ചേർന്നിട്ടാണ്. ഇപ്പോൾ ഗുരുവായൂർ തന്നെ ഒരു ഉദാഹരണം നമുക്കൊരു 3-4 വർഷം മുമ്പ് നമ്മുടെ കൺമുമ്പിലുണ്ട്. അവിടെ ചുരിദാറിട്ട് കയറാൻ പാടില്ല എന്നൊരു നിയമം ഗുരുവായൂർ അമ്പലത്തിലുണ്ടായിരുന്നു. സ്ത്രീകൾ ചുരിദാറിട്ട് കയറുന്നതിന് വിലക്കുണ്ടായിരുന്നു. ഇപ്പോൾ ചുരിദാർ ധരിച്ചാണ് പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലുള്ള സ്ത്രീകളൊക്കെ വരുന്നത്. അപ്പോൾ ചുരിദാർ ധരിച്ചതുകൊണ്ട് അവർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാനാവില്ല എന്ന് വരുന്ന സമയത്ത് അത് പ്രായോഗികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ചർച്ച വന്ന സമയത്ത് ദേവസ്വം കമ്മിറ്റി, അന്നത്തെ ദേവസ്വം കമ്മിറ്റി ചെയ്തത് തന്ത്രിമാരെയും അതേപോലെ ദേവഹിതം അറിയാനും ഒക്കെ അതിനു വേണ്ടിയിട്ടുള്ള ഒരു സദസ്സ് വിളിച്ചുകൂട്ടി. ശ്രീധരൻ തന്ത്രിയെ പോലുള്ള ആളുകൾ അതിലത്ത് പങ്കെടുത്തു. ഒട്ടനവധി മഹാന്മാരായിട്ടുള്ള ആളുകൾ, പണ്ഡിതന്മാരായിട്ടുള്ള ആൾക്കാർ പങ്കെടുത്തിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു, അതിനൊരു തീരുമാനം ഉണ്ടാക്കി. ആ തീരുമാനം അനുസരിച്ച് പിന്നീട്
ഈ ചുരിദാർ ധരിച്ച സ്ത്രീകൾക്ക് ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിൽ, ആ വസ്ത്രത്തോടുകൂടി ദർശനം നടത്തുന്നതിൽ തടസ്സമില്ല എന്ന് അവർ വിധിക്കുകയുണ്ടായി. അത് ഭക്തജന സമൂഹം അങ്ങനെ തന്നെ അംഗീകരിച്ചു. കാരണം അവിടെ അഭിപ്രായം പറഞ്ഞതും തീരുമാനിച്ചതും ഒക്കെ അതിന് ബന്ധപ്പെട്ട ബോഡിയാണ്. ഇവിടെ പ്രശ്നം തന്ത്രി ഈ കാര്യത്തിൽ അനുമതി കൊടുത്തു എന്നാണ് ദേവസ്വം കമ്മിറ്റി പറയുന്നത്. തന്ത്രി അനുമതി കൊടുത്തത് ഈ നിലയ്ക്കുള്ള രീതിയിലാണോ, മറ്റുള്ളവരുമായിട്ട് അഭിപ്രായം എടുത്തിട്ടാണോ, ദേവഹിതം അനുസരിച്ചിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ സത്യത്തിൽ തന്ത്രി വിശ്വാസയോഗ്യമായ ഒരു മറുപടിയല്ല പറയുന്നത്. തന്ത്രി ദേവസ്വം കമ്മിറ്റിയുടെ, മാനേജിംഗ് കമ്മിറ്റിയുടെ താല്പര്യത്തിനനുസരിച്ച് തുള്ളി എന്ന് വേണം പറയാൻ. മാനേജിംഗ് കമ്മിറ്റിയുടെ താല്പര്യം നടപ്പാക്കേണ്ട ഒരാളല്ല ക്ഷേത്രം തന്ത്രി. ക്ഷേത്രത്തിന്റെ വിശ്വാസങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ആചാരങ്ങൾ അതൊക്കെ കൃത്യമായി പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ക്ഷേത്രത്തിന്റെ ഐശ്വര്യവും ചൈതന്യവും ദിനം പ്രതി വർദ്ധിപ്പിക്കാൻ വേണ്ട കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യേണ്ട ഒരാളാണ് തന്ത്രി. അതിന് പകരം മാനേജിംഗ് കമ്മിറ്റിയുടെ പ്രീതി സമ്പാദിക്കാനോ, മാനേജിംഗ് കമ്മിറ്റിയുടെ ഭീഷണിക്ക് വഴങ്ങിയോ, മാനേജിംഗ് കമ്മിറ്റിയുടെ രാഷ്ട്രീയ താല്പര്യത്തിന്റെ ചട്ടുകമായോ ഒരു തന്ത്രിയും ഒരു മേൽശാന്തിയും ഒന്നും പ്രവർത്തിക്കാൻ പാടില്ല. അങ്ങനെ തന്ത്രി പ്രവർത്തിച്ചാൽ, തന്ത്രിയെ സംബന്ധിച്ച് നമ്മൾ പറയുന്നത് ഒരു ക്ഷേത്ര കാര്യങ്ങളെ സംബന്ധിച്ച്, ക്ഷേത്ര വിശ്വാസത്തെ സംബന്ധിച്ച് തന്ത്രിയുടെ വാക്കിന് വളരെ പ്രധാനപ്പെട്ട വാക്ക് തന്നെയാണ്. തന്ത്രിയാണ് അവസാന വാക്ക് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അത് നമ്മൾ ഹിന്ദുക്കൾ കൽപ്പിച്ചു കൊടുത്ത ഒരു പദവിയാണത്. പ്രത്യേകിച്ച് ഞാനത് വളരെ അടിവരയിട്ട് പറയുന്നു, ഹൈന്ദവ സംഘടനകൾ കൽപ്പിച്ചു കൊടുത്ത ഒരു പദവിയാണത്. അങ്ങനെ ഒരു അവസാന വാക്കായിട്ട് തന്ത്രിയെ എന്നു മുതലാണ് കണ്ടു തുടങ്ങിയതെന്നുള്ളതൊക്കെ ചരിത്രമാണ്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല, എനിക്കത് വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ആ പദവി തന്ത്രിക്ക് കൊടുത്തത് ഹിന്ദുക്കളാണ്, ഹൈന്ദവ സമൂഹമാണ്, ഭക്തജന സമൂഹമാണ്. തന്ത്രിയാണ് അവസാന വാക്ക് എന്നുള്ള നിലയ്ക്ക്. പക്ഷെ തന്ത്രി അവസാന വാക്ക് പറയുന്നതിന് മുൻപ് ഈ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, വിശ്വാസങ്ങൾ അതിനനുസൃതമായിട്ടാണോ തന്ത്രി പറയുന്നത് എന്നുള്ളതിനെ കുറിച്ച് തന്ത്രി പരിശോധിച്ചിട്ട് വേണം ഇത്തരം കാര്യങ്ങൾ പറയാനായിട്ട്. ഇവിടെ നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം, തന്റെ വാദം ജയിക്കാൻ വേണ്ടി തന്ത്രി ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ളൊരു അഫിഡാവിറ്റിലുണ്ട്, സത്യവാങ്മൂലത്തിൽ. ആ സത്യവാങ്മൂലത്തിൽ താൻ എടുത്ത നിലപാട് ശരിയാണ് എന്ന് സമർത്ഥിക്കാനായിട്ട് തന്ത്രി നടത്തിയ വാദത്തിൽ ഒരു വാദം ഹൈന്ദവ സമൂഹത്തെ, വിശ്വാസികളെ, ഗുരുവായൂരപ്പ ഭക്തന്മാരെ മുഴുവൻ വേദനിപ്പിക്കുന്ന ഒരു സത്യവാങ്മൂലമാണ്. അത് മറ്റൊന്നുമല്ല, നമ്മളെല്ലാം വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതാണ് ആ സത്യവാങ്മൂലം. അതായത് ഗുരുവായൂരമ്പലത്തിലെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ചിട്ടപ്പെടുത്തിയത്, നമ്മളൊക്കെ കേട്ടു വന്നിട്ടുള്ളത്, നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് സാക്ഷാൽ ശങ്കരാചാര്യരാണ് എന്നാണ്. അദ്വൈതാചാര്യനായിട്ടുള്ള ആദി ശങ്കരാചാര്യരാണ് ഈ ഗുരുവായൂരമ്പലത്തിലെ ഈ പൂജാക്രമങ്ങളൊക്കെ ചിട്ടപ്പെടുത്തിയത് എന്നാണ് നാം കേട്ടു വന്നിട്ടുള്ളത്, മനസ്സിലാക്കിയിട്ടുള്ളത്. അത് ഗുരുവായൂരമ്പലവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഐതിഹ്യമാകാം, ചരിത്രമാകാം, എന്തായാലും അതാണ് വിശ്വാസം. പക്ഷെ തന്ത്രി ഹൈക്കോടതിയിൽ കൊടുത്ത അഫിഡാവിറ്റിൽ പറഞ്ഞിരിക്കുന്നു, ഈ ശങ്കരാചാര്യര് ഗുരുവായൂരിൽ വന്നു എന്നുള്ളത് കേവലം ഒരു വിശ്വാസം മാത്രമാണ്, അതിന് തെളിവില്ല എന്ന്. അപ്പൊ ഗുരുവായൂർ തന്ത്രി തന്നെ ശങ്കരാചാര്യരെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളത് ഭക്തജനങ്ങളെ അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. ആ കാര്യത്തിൽ ഗുരുവായൂർ തന്ത്രി ഏത് മഹാനായാലും ആ ഗുരുവായൂർ തന്ത്രിയുടെ നിലപാടിനെ പാടെ തള്ളിക്കളയാനും, ഗുരുവായൂർ തന്ത്രി തെറ്റ് ചെയ്തത് അങ്ങേയറ്റം തെറ്റാണ് എന്ന് പറയാനുള്ള ആർജവം കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിനുണ്ട്, ഹിന്ദു സമൂഹത്തിന്റെ നേതൃത്വത്തിനുണ്ട്, യാതൊരു സംശയമില്ല കാര്യത്തിൽ. അതുകൊണ്ട് ആ തെറ്റ് തിരുത്തുകയാണ് ആദ്യം ഗുരുവായൂർ തന്ത്രി ചെയ്യേണ്ടത്. ആ സ്ഥാനത്തിരിക്കാൻ അദ്ദേഹത്തിന് അർഹതയുണ്ടോ എന്നുള്ളത് സംശയമാണ്. ആ സ്ഥാനത്തിരിക്കുന്നതുകൊണ്ട് ഗുരുവായൂർ തന്ത്രിയുടെ സ്ഥാനത്തിരിക്കാൻ ഒരു നിമിഷം അദ്ദേഹത്തിന് അർഹതയില്ല എന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ പരാമർശം ഒരു വിധിയുടെ രൂപത്തിലല്ലെങ്കിലും കൃത്യമായി എന്താണ് ഒരു ക്ഷേത്രത്തിൽ നടക്കേണ്ടത്, എങ്ങനെയായിരിക്കണം ക്ഷേത്രം എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ഡയറക്ഷൻ തന്നെയാണ്. വിധിയുടെ രൂപത്തിലല്ലെങ്കിലും നമ്മുടെ ഒരു പരാമർശം എന്ന രൂപത്തിൽ പ്രഥമ ദൃഷ്ട്യാ ഈ കേസ് തങ്ങളുടെ മുന്നിൽ എത്തിയപ്പോൾ സുപ്രീം കോടതിയുടെ പരാമർശത്തിലൂടെ ഭക്തജനങ്ങൾക്ക് കിട്ടിയത് വളരെ സന്തോഷമായ ഒരു കാര്യമല്ല നമ്പ്യാർ. ഇന്ന് ഏകാദശിയാണ്. ഈ ഏകാദശി ദിവസം തന്നെ, ഗുരുവായൂരപ്പന്റെ ഏകാദശി ദിവസം തന്നെ, ഈ ഏകാദശിയോടനുബന്ധിച്ച് നടന്ന ഉദയാസ്തമന പൂജയെക്കുറിച്ച് പരമോന്നത നീതിന്യായ പീഠം ദേവസ്വം കമ്മിറ്റിയോടും തന്ത്രിയോടും വിശദീകരണം ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് മാത്രമല്ല, ദൈവത്തിന്റെ കളിയാണ്, ഗുരുവായൂരപ്പന്റെ കളിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ ഏകാദശി ദിവസം തന്ത്രി ഏത് കാര്യത്തിനാണോ അനുമതി കൊടുത്തത് അതേ തന്ത്രിക്ക് ഇന്ന് ഗുരുവായൂർ ഏകാദശി ദിവസം ക്ഷേത്രത്തിൽ കയറാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായി.
അത് ഈശ്വരന്റെ കളിയാണെന്നോ മറ്റോ അങ്ങനെ വ്യാഖ്യാനിക്കുന്നവർക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാം, വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ വിശ്വസിക്കാം. അശുദ്ധി വന്നിരിക്കുന്നു ഗുരുവായൂർ തന്ത്രിക്ക്. ഗുരുവായൂർ തന്ത്രിയുടെ തീരുമാനം ഗുരുവായൂരപ്പന് തീർത്തും ഇഷ്ടപ്പെട്ടിട്ടില്ല, പോലും എന്നല്ല, ഗുരുവായൂരപ്പന് തീർത്തും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് ആ സംഭവത്തിലൂടെ ഞങ്ങളെ പോലുള്ള വിശ്വാസികൾ മനസ്സിലാക്കുന്നത്. അനിൽ നമ്പ്യാർ. യെസ് ബിജേഷ്, ഉദയാസ്തമന പൂജ ഇല്ലാതെ ഒരു ഏകാദശി നാൾ ഭക്തർ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിച്ചത് ബിജേഷ്? എന്തായാലും വൈകിപ്പോയി, പക്ഷേ എങ്കിലും നേരത്തെ ആർ വി ബാബു ചൂണ്ടിക്കാണിച്ചതുപോലെ ഏകാദശി നാളിൽ തന്നെ പോസിറ്റീവായിട്ടുള്ള ചില പരാമർശങ്ങൾ രാജ്യത്തെ പരമോന്നത നീതിന്യായ പീഠത്തിൽ നിന്ന് ഉണ്ടാവുക എന്നുള്ളത് ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദകരമായിട്ടുള്ളൊരു വസ്തുത തന്നെയല്ലേ? തീർച്ചയായിട്ടും ഭക്തരുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടു തുടങ്ങി എന്നുള്ളതാണ്. കേരളത്തില് ഉള്ള ഹിന്ദുക്കളുടെ ഗതികേടാണ് ഈ ക്ഷേത്രാചാരങ്ങളെ സംബന്ധിച്ച് കോടതിയുടെ മുറ്റത്ത് ചെല്ലേണ്ടി വരുന്നത്. അതിനു വേണ്ടിയിട്ട് ആചാരം സംരക്ഷിക്കാൻ ഭക്തർക്ക് പ്രാർത്ഥിക്കേണ്ടി വരുന്നത്. അതൊക്കെ കേരളത്തിന്റെ ഒരു സാമൂഹ്യ സാഹചര്യമാണ്. ഇവിടെ വിഷയം നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു ആചാരം മാറ്റുന്ന സമയത്ത് അതിന് നേരത്തെ ബാബുച്ചേട്ടൻ പറഞ്ഞ പോലെ ആചാര്യന്മാരുടെ ഒരു സദസ്സ് വിളിക്കണം എന്നുള്ള ഒക്കെ നല്ല ധാരണ ഉള്ള വ്യക്തിയാണ് ദിനേശൻ നമ്പൂതിരിപ്പാട്. പക്ഷെ അദ്ദേഹം കൂടി ചേർന്ന ദേവസ്വം ഭരണസമിതിയുടെ ഒരുപാട് വർഷത്തെ ഗൂഢാലോചനയുടെ ഫലമാണ് ഒരു എക്സിക്യൂഷനാണ് സത്യത്തിൽ ഈ ഏകാദശി ദിവസം നടത്തിയത്. അതില് കേവലം ഭരണസമിതി മാത്രമല്ല, അതില് ചില പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും അടക്കമുള്ള ആൾക്കാരുടെ കൃത്യമായിട്ടുള്ള തിരക്കഥയ്ക്കനുസരിച്ചാണ് ഈ കണ്ട വർഷങ്ങളിൽ നടത്തിയ തിരക്കഥയ്ക്കനുസരിച്ചാണ് ഈ പ്രാവശ്യം ഉദയാസ്തമന പൂജ ഇല്ലാത്ത ഒരു ഏകാദശി സംഭവിച്ചത്. ഭക്തർക്ക് പ്രത്യേകിച്ച് വിശിഷ്യ ഗുരുവായൂർക്ക് അതിൽ വലിയൊരു വേദനയുണ്ട്. കാരണം വെച്ചാല് അവരുടെയൊക്കെ ഇത്രയും കാലത്തെ ജീവിതത്തിൽ അവർ കണ്ട് വളർന്നു വന്ന ഒരു ചിട്ടയിൽ നിന്ന് ഒരു വ്യത്യാസം വന്നതാണ്. ഒരു ദേവസ്വം ഭരണസമിതി കാരണം പറയുന്നത് ഭക്തർക്ക് കയറി തൊഴാൻ പറ്റുന്നില്ല, അസൗകര്യം എന്നാണ് പറയുന്നത്. ഇത് ഇദ്ദേഹത്തിന്റെ ചെറിയച്ഛന്റെ കാലത്ത് തന്നെ ഈ ഉദയാസ്തമന പൂജ ദിവസം ഒരു ക്രമം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഭക്തർക്ക് തൊഴാനുള്ള സമയം കിട്ടാൻ വേണ്ടിയിട്ട്. 5 പൂജ കഴിഞ്ഞിട്ട് ഒരു ഇടവേള, ഒരു മണിക്കൂറിൽ കൂടുതൽ ദർശനത്തിനുള്ള സൗകര്യം, വീണ്ടും 5 പൂജ, അങ്ങനെ ഒരു ക്രമം ഇതിനകത്ത് ഈ അന്നത്തെ തന്ത്രി അദ്ദേഹവും ബാക്കി ഈ പൂജ ചെയ്യുന്ന ഓദിക്കന്മാരും ബാക്കി അനുബന്ധമായിട്ടുള്ള ആൾക്കാരും കൂടി ഒരു ക്രമപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിന് അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം ഇരിക്കെ പെട്ടെന്ന് ഇത്തരം ഒരു തീരുമാനം അത് തീർത്തും ഈ ക്ഷേത്രത്തിനകത്ത് നടക്കുന്ന ആചാരങ്ങൾക്ക് എതിരെ ഉള്ള ഒരു നീക്കമായിട്ട് തന്നെ നമ്മൾ കാണണം. നേരത്തെ പറഞ്ഞ പോലെ ഈ ഏകാദശി ദിവസം അദ്ദേഹത്തിന് പുല വന്നു. അതിന് ഇന്നലെ ഈ ഏകാദശി ഈ മണ്ഡലകാലത്ത് ക്ഷേത്രത്തിനകത്ത് ഉച്ചപൂജ കഴിക്കുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഓദിക്കന്മാരാണ്. അങ്ങനെ കുറച്ചധികം കാലമായിട്ടുള്ള കീഴ്വഴക്കാണ്. ഈ ഓദിക്കന്മാര് ഈ ആചാരം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹൈക്കോടതിയെ സമീപിച്ചതിന്റെ പ്രതികാര ബുദ്ധിയ തന്ത്രി നമ്പൂതിരിപ്പാട് ഇന്നലെ ശഠിച്ചത്, ഞാൻ പൂജ കഴിക്കാം, ആ ഉച്ചപൂജ ഞാൻ കഴിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു. തന്ത്രിയായതിന്റെ പേരിൽ വിരുദ്ധമായിട്ടുള്ള ഒരു അഭിപ്രായം വന്നില്ല. അങ്ങനെ അദ്ദേഹത്തിന് വാശി തീർക്കുകയാണ് ചെയ്തത്. അദ്ദേഹം ഈ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്ഷേത്രത്തിനകത്ത് പ്രവർത്തിയെടുക്കുന്നവരെ തമ്മിൽ സ്പർദ്ധ ഉണ്ടാക്കുകയാണ്. ഇത് ക്ഷേത്രത്തിന്റെ നാശത്തിന് വേണ്ടിയിട്ടാണ്. ഇത്രയും അറിവുള്ള അത്രയും ഉയർന്ന സ്ഥാനം അലങ്കരിക്കുന്ന അദ്ദേഹത്തിനെ പോലെ ആളിൽ നിന്ന് ഇത്തരം നിരന്തരമായിട്ടുള്ള പ്രവൃത്തി ഉണ്ടാവുന്നത് വളരെ ഖേദകരമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഇന്നലെ ഇങ്ങനെ സാഹചര്യം സൃഷ്ടിച്ച് അമ്പലത്തിനുള്ളില് ഒരു വിഷമം ഉണ്ടാക്കിയ അമ്പലത്തിനുള്ളിൽ പ്രവർത്തിയെടുക്കുന്ന ആൾക്കാരുടെ ഉള്ളില് ഒരു വിഷമസ്ഥിതി ഉണ്ടാക്കിയ സമയത്താണ് അദ്ദേഹത്തിന്റെ വീട്ടിലൊരു മരണവാർത്ത ഉണ്ടായത്. അതിനുശേഷം അദ്ദേഹത്തിന് പുല വന്നു. ഇന്ന് അദ്ദേഹം സാധാരണ നമ്മുടെ വീട്ടില് ഒരു മരണമൊക്കെ ഉണ്ടെങ്കിൽ പുല വന്ന കഴിഞ്ഞാൽ നമ്മള് കളഭോ ചന്ദനോ ഒന്നും തൊടാറില്ല. പക്ഷെ ഇന്ന് അദ്ദേഹം സർവാഭരണ വിഭൂഷിതനായിട്ട്
വലിയ നെറ്റി മുഴുവനും കളഭക്കുറിയൊക്കെ വരച്ചിട്ട് ഭഗവാന്റെ ഭക്തർക്ക് അന്നദാനം കൊടുക്കുന്ന സ്ഥലത്ത് വന്നിട്ട് വിളക്ക് ഭഗവാന്റെ മുമ്പില് ചിത്രം വിളക്ക് കൊളുത്തിയിട്ട് ആ അന്നദാനം ഉദ്ഘാടനം ചെയ്തു. അപ്പോ ഈ അശുദ്ധി വന്ന ആള്, ഈ ആചാരങ്ങളൊക്കെ അറിയുന്ന ആള് അശുദ്ധിയായ സമയത്ത് നിലവിളക്ക് കൊടുത്താറില്ല എന്നതും, ഇങ്ങനത്തെ ഇങ്ങനത്തെ ചടങ്ങുകളിൽ പോയിട്ട് ഒരു വിളക്ക് കൊടുത്ത എന്ന സമ്പ്രദായം ഇല്ല എന്നൊക്കെ നല്ല ധാരണ ഉള്ള ആള് ഇങ്ങനെ വന്ന് ചെയ്യണ സമയത്ത് ഇത് വെറും അദ്ദേഹത്തിന്റെ പ്രസിദ്ധിക്കോ അല്ലെങ്കിൽ ഈ ഭക്തർക്ക് വിരോധമായിട്ടുള്ള കാര്യങ്ങൾ നിരന്തരം, അല്ലെങ്കിൽ ആചാരത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നിരന്തരം ചെയ്യണം എന്നുള്ള സാഠ്യം എന്താണെന്ന് അറിയില്ല. ഇത്ര വിപ്ലവം എന്തായാലും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആവശ്യമില്ല എന്നുള്ളതാണ് ഭക്തൻ എന്ന നിലയ്ക്ക് നമുക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിന്റെ മുഴുവൻ സഹവാസവും കുറച്ചു കാലമായിട്ട് അത്തരം ആൾക്കാരായിട്ടാണ്. കാരണം ഈ ഏകദൈവ വിശ്വാസവും മറ്റുള്ള വിശ്വാസങ്ങളെ നശിപ്പിക്കാൻ നടക്കുന്ന ആൾക്കാരായിട്ടാണ് അദ്ദേഹത്തിന് കുറെ കാലങ്ങളായിട്ട് സഹവാസം. അവരുടെ സ്ഥാപനങ്ങളിലെ സ്വകാര്യ പൂജകൾക്ക് വിദേശത്ത് പോകലൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാന പരിപാടി. അപ്പൊ അങ്ങനെ വിദേശത്ത് പോണ സമയത്ത് പ്രായശ്ചിത്തം എന്ന നിലയ്ക്ക് കൃച്ഛ്രം എന്ന് പറയുന്ന ഒരു പ്രായശ്ചിത്തം ചെയ്യും ഇവര്. അപ്പൊ ഈ നിരന്തരം പോയിട്ട് ഈ വിദേശത്ത് പോയിട്ട് വന്ന് അവരുടെ വൈദികന്റെ അടുത്ത് വന്നിട്ട് ഈ പ്രായശ്ചിത്തം ചെയ്ത് വരുന്ന സമയത്ത് ഇത് തെറ്റാണ്, ഒരു തെറ്റിനാണല്ലോ പ്രായശ്ചിത്തം ചെയ്യുക. നിരന്തരം തെറ്റ് ചെയ്യാൻ വേണ്ടി പ്രായശ്ചിത്തം ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അപ്പോ വിശിഷ്യ ഈ സ്ഥാനം അലങ്കരിക്കുന്ന സമയത്തെങ്കിലും അതൊക്കെ ഒഴിവാക്കേണ്ടിയിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ മുഴുവൻ പ്രവർത്തനവും ഭക്തിയുടെ അന്തരീക്ഷത്തിലല്ല എന്നുള്ളതാണ് പറയാനുള്ളത്. ഒരു ഗുരുവായൂരുകാരനല്ല. അതെ അതെ അതെ, ഒരു തന്ത്രി ആ സ്ഥാനത്തിരിക്കുന്ന ആൾക്ക് ചേർന്നല്ല. അദ്ദേഹത്തിനുള്ള താല്പര്യം കുറച്ചു കാലമായിട്ട് അത് പ്രകടമായി വരികയാണ്. കാരണം വെച്ചാല് ധനത്തിനോടുള്ള ആർത്തി. ഈ ചുറ്റുവട്ടത്തുള്ള പല ക്ഷേത്രങ്ങളുടെയും തന്ത്രിസ്ഥാനം അലങ്കരിക്കുന്നതാണ് ഈ ചെനാസ് കുടുംബം. അപ്പൊ ഈ അടുത്ത് കുറെ ക്ഷേത്രങ്ങളുടെ കമ്മിറ്റിയിലുള്ള ആൾക്കാർ ആയിട്ട് സംസാരിക്കാൻ ഇടയുണ്ടായി. അപ്പൊ അവർക്ക് പറയണത് നവീകരണ കലശത്തിന് ഇദ്ദേഹം കൊടുക്കുന്ന ചാർത്തിനകത്ത് ഇതിന് മേടിക്കേണ്ട ഒരുക്കിന്റെ സാധനങ്ങളുടെ ലിസ്റ്റിനൊപ്പം വലിയ തുക ദക്ഷിണയായിട്ട് എഴുതുന്നു. അത് ലക്ഷങ്ങൾ എഴുതുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ഗ്രാമപ്രദേശത്ത് ഒരു ക്ഷേത്രം നിലനിൽക്കണമെങ്കിൽ ആ ഗ്രാമപ്രദേശത്തുള്ള ഭക്തരുടെ അത്യധ്വാനം കൊണ്ട് തന്നെ ക്ഷേത്രം നല്ല രീതിയിൽ നടന്നു പോകണം. കാരണം വെച്ചാല് ഒരു സർക്കാർ ഒരു വലിയ വരുമാനമൊന്നും ഉണ്ടാവില്ല. പക്ഷെ നാട്ടുകാരുടെ ഒരു ശ്രമം കൊണ്ട് മാത്രം നടന്നു പോണ സ്ഥലത്ത് ലക്ഷങ്ങളുടെ തുക ദക്ഷിണയായിട്ട് എഴുതി മേടിക്കുന്ന ഒരു പ്രവണത, അത് ഈ ക്ഷേത്ര വിശ്വാസത്തെയും ക്ഷേത്രത്തെയും നശിപ്പിക്കുന്നതിന് തുല്യമാണ്. ഇങ്ങനെ ഒരു സ്ഥാനത്തിരിക്കുന്ന ഇദ്ദേഹം ഇങ്ങനെ ഇത്രയും ഒരു മോശം നിലവാരത്തിൽ പ്രവർത്തിക്കുന്നത് ഖേദകരാണ്. ഇത് എന്റെ കയ്യിലുള്ളത് 20 വർഷം മുമ്പുള്ള ഒരു പത്രവാർത്തയാണ്, മാതൃഭൂമിയിൽ വന്ന വാർത്ത. ഇത് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പുറത്ത് നേരെ മുൻപില് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തില് ഒരു യജ്ഞം നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. അതിന്റെ ആണ് ഇന്നത്തെ നിലവിലെ തന്ത്രി 20 വർഷം മുമ്പ്. ആ സമയത്ത് അന്നത്തെ ഇതിന്റെ സെക്രട്ടറി, ഈ ട്രസ്റ്റിന്റെ സെക്രട്ടറി നടത്തിയ പത്രപ്രസ്താവനയുടെ കുറിപ്പാണ് പത്രത്തിൽ വന്ന വാർത്തയാണ്. ഇത് വിവാദമായപ്പോ ഒഴിവാക്കണം. കാരണം വെച്ചാല് പൈസ വെച്ചിട്ട് സ്വർണത്തിന്റെ ഏലസ് 10,000 രൂപ, വെള്ളിയുടെ ഏലസ് 5,000 രൂപ, ഒരു ദിവസത്തെ പൂജ 2 ലക്ഷം രൂപ, ഇങ്ങനെ ചാർട്ട് വിട്ടിട്ട് പ്രൈസ് ടാഗ് വെച്ചിട്ട് പൂജ നടത്തി ഗുരുവായൂർ ക്ഷേത്രത്തിന് മുമ്പില് ഇതുപോലൊരു വാണിജ്യ അടിസ്ഥാനത്തിൽ ഒരു പൂജ നടത്താൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തിയ സമയത്ത് അന്ന് ആർജവമുള്ള ആൾക്കാർ ഭരണസമിതിയിലൊക്കെ ഉള്ളതുകൊണ്ട് അവരതിനെ തടയിട്ടു. അപ്പൊ ഈ ധനത്തിനോടുള്ള ആർത്തി അന്നുണ്ട്. ഇത് തന്നെയാണ് അദ്ദേഹത്തിന് ഈ നിലയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ദൗർഭാഗ്യം എന്താന്ന് വെച്ചാല് നാളെ ഇതേവരെയുള്ള ഒരു തന്ത്രിമാരും ക്ഷേത്രത്തിന്റെ ആചാരത്തിന് കളങ്കം വരുന്ന ഒരു കാര്യത്തിനും ഭരണസമിതിക്ക് കൂട്ടുനിന്നായിരുന്നില്ല. പക്ഷെ ഇദ്ദേഹം അതിനുവേണ്ടി കൂട്ടുനിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. എന്താ വെച്ചാൽ ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കണം എന്നുള്ള ചുമതല വഹിക്കുന്ന ദേവസ്വത്തിന്റെ ഭരണസമിതി അധികാരം ഏൽക്കുമ്പോൾ അവരുടെ അധികാരത്തിന്റെ ഭാഗമാണ് അത്.
അത് അവര് ഈ പൂജ ഒഴിവാക്കിയതിൽ അത് ലംഘിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഈ കമ്മിറ്റിക്ക് തുടരാൻ അവകാശമില്ല എന്ന് കൂടി ക്ഷേത്രരക്ഷാ സമിതിക്ക് പറയാനുള്ളത്. ഓക്കെ, വിദ്യാസാഗർ, ഗുരുവായൂരപ്പനെല്ലാം അറിയുന്നു, ഗുരുവായൂരപ്പനെല്ലാം കാണുന്നു, തെറ്റ് ചെയ്യുന്നവർക്ക് ഗുരുവായൂരപ്പൻ ശിക്ഷ കൊടുക്കുകയും ചെയ്യുന്നു. നോക്കൂ, ഏകാദശി നാളിൽ ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന് ക്ഷേത്രത്തിൽ കയറാൻ പറ്റാത്തൊരവസ്ഥ. വീട്ടിലെ കാരണവർ മരണപ്പെട്ടതിനാൽ പുലയുള്ള തന്ത്രിക്ക് ഏകാദശിയോടനുബന്ധിച്ച് 10,000-കണക്കിന് ഭക്തർക്കുള്ള അന്നദാനം വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യാനാവുമോ? ക്ഷേത്രത്തിനകത്തല്ല, ക്ഷേത്രാങ്കണത്തിലെ ഓഡിറ്റോറിയത്തിലായിരുന്നു അന്നദാനം. എങ്കിലും തന്ത്രി ചെയ്തത് ശരിയാണോ വിദ്യാസാഗർ? തൊഴുതു നിൽക്കാൻ ദേവസ്വം ഭരണസമിതിയും. ഈ വിഷയത്തിൽ വളരെ ശ്രദ്ധയോടെ പ്രതികരിക്കേണ്ടതാണ് നമ്മുടെ ഹിന്ദു സമാജം. ഈ വിഷയം ഞാൻ വളരെ ശ്രദ്ധയോടെ കുറെ ദിവസമായിട്ട് വാച്ച് ചെയ്യാണ്. ഉദയാസ്തമയം എന്നാണ് ശരിയായ പ്രയോഗം. അസ്തമനം തെറ്റായ പ്രയോഗമാണ്, അസ്തമയമാണ് ശരിയായ പ്രയോഗം. ഉദയാസ്തമയ പൂജകൾ എന്തിനാണ് ക്ഷേത്രത്തിൽ നടത്തുന്നത് എന്ന് ചോദിച്ചാൽ, ഒരു ദേവാലയം അല്ലെങ്കിൽ ആലയം, ദേവാലയത്തിന്റെ പ്രത്യേകത അവിടെ ആദ്യമേ ആലയം നിർമ്മിക്കുക, ലക്ഷണമൊത്ത പ്രതിമ അവിടെ പ്രതിഷ്ഠിക്കുക, അതിന് പ്രാണപ്രതിഷ്ഠ നടത്തുക, അതിൽ നിത്യപൂജ നിത്യാർച്ചന നടത്തുക, മാത്രമല്ല അതിന്റെ ചൈതന്യം വർദ്ധിക്കുമാറ് അതിനെ കൊണ്ടു നടക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ തന്ത്രി എന്ന് പറയുന്ന സ്ഥാനം ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ ഒരു സംഘടനയോ ഒന്നും ഏൽപ്പിച്ചതല്ല. ആഗമശാസ്ത്രത്തിൽ പറയുന്ന സ്ഥാനമാണ് തന്ത്രി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഏതൊരു വ്യക്തിയാണോ ഈശ്വരാരാധനയിൽ കേവനായിട്ടുള്ള ദ്വിജൻ, ആ ദ്വിജൻ ശാസ്ത്രങ്ങളെ പഠിച്ച് തന്റെ ജീവിതത്തിൽ പ്രയോഗിക്കുന്നവനായിരിക്കണം. അവൻ എങ്ങനെയുള്ളവനായിരിക്കണം എന്നാണ്? ഏകാന്തിന സുസത്വസ്ഥ, അതായത് ഏകാന്തമായി ജപിക്കുകയും തപസ് ചെയ്യുകയും ചെയ്യണം. അവൻ സത്വബോധ, അതായത് സാത്വികനായിരിക്കണം. ദേഹാന്തം നാണ്യയാജ്യന, മരണം വരെ, ദേഹാന്തം വരെ ശ്രദ്ധ വിട്ടുപോവാതെ ഈ ദേവതയെ ഉപാസിക്കണം. കർത്തവ്യമിതി ദേവേശേ സംയജന്തേ ഫലം വിന. ഇത് പറഞ്ഞിരിക്കുന്നത് പൗഷ്കര സംഹിത എന്ന് പറയുന്ന വൈഷ്ണവ ആഗമ സംഹിതയിലാണ്. ഇവിടെ നമ്മുടെ ചർച്ചയിലുള്ള വിഷയവും ഗുരുവായൂർ എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധമായ വൈഷ്ണവാലയമാണ്. മഹാവിഷ്ണുവിന്റെ ക്ഷേത്രമാണ്. പലരും അത് ശ്രീകൃഷ്ണ ക്ഷേത്രമാണെന്നാണ് കരുതുന്നത്. ശ്രീകൃഷ്ണൻ മഹാവിഷ്ണുവിന്റെ പൂർണ്ണാവതാരം തന്നെ. പക്ഷേ അവിടെയുള്ള പ്രതിമ എന്ന് പറയുന്നത് ചതുർബാഹുവായ ശ്രീകൃഷ്ണ ഭഗവാന്റെ അച്ഛൻ വസുദേവരടക്കമുള്ളവർ പൂജ ചെയ്തിരുന്ന 5000 ആണ്ടിനും മേലെ പഴക്കമുള്ള സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ വിഗ്രഹമാണ്. ചതുർബാഹുവായ വിഗ്രഹമാണ്. വളരെ ലക്ഷണമൊത്ത കേരളത്തിലെ അപൂർവ വിഗ്രഹങ്ങൾ ഒന്നും കൂടിയാണത്. അവിടെ ചാർത്തുമ്പോൾ കൃഷ്ണനായും നരസിംഹമായും രാമനായും ഒക്കെ ചാർത്തും. പക്ഷെ മൂലവിഗ്രഹം എന്ന് പറയുന്നത് മഹാവിഷ്ണുവാണ്. അപ്പൊ മഹാവിഷ്ണുവിനെ സംബന്ധിച്ചും മഹാവിഷ്ണുവിന്റെ അവതാരമൂർത്തികളെ സംബന്ധിച്ചുമുള്ള തന്ത്രശാസ്ത്രം എന്ന് പറയുന്നത് വൈഖാനസം അല്ലെങ്കിൽ നാരദീയ പാഞ്ചരാത്രം തുടങ്ങിയ പഴയ തന്ത്രശാസ്ത്ര ഗ്രന്ഥങ്ങളാണ്. വളരെ കാലമായി, ഏതാണ്ട് 12 വർഷങ്ങളായി വേദ ഉപനിഷത്ത് ശാസ്ത്രങ്ങളെ കൂടാതെ വൈഖാനസം, നാരദീയ പാഞ്ചരാത്രം, ശൈവാഗമം, ശാക്തേയാഗമം എന്നിവയുടെ വിദ്യാർത്ഥിയായിരിക്കുന്ന ഞാൻ ഈ വിഷയത്തിൽ വളരെ സുസ്പഷ്ടമായ ഒരു അഭിപ്രായമാണ് ഇവിടെ പറയുന്നത്. പൂർവമായിട്ട് ശാസ്ത്രബലത്തോടു കൂടിയ അഭിപ്രായമാണ് പറയുന്നത്. ശ്രീമദ് ഭഗവത്ഗീതയിൽ വളരെ വ്യക്തമായിട്ട് ഭഗവാൻ പറയുന്നുണ്ട്, യശാസ്ത്രവിധിമുത്സൃജ്യ വർത്തത്തെ കാമകാരത നസ സിദ്ധിമവാപ്നോതി ന സുഖം ന പരാംഗതിം. ശ്രീകൃഷ്ണന്റെ വാക്കുകളാണ് ഗീതയിലെ. ആരൊരുവനാണോ ശാസ്ത്രവിധികളെ മാനിക്കാതെ തന്നിഷ്ടപ്രകാരം ഓരോന്ന് ചെയ്യുന്നത്, വർത്തത്തെ കാമകാരത, അവനവന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന രീതിയിൽ ആരാണോ പെരുമാറുന്നത്, അവന് ഈ ജന്മത്ത് സിദ്ധിയുണ്ടാവുന്നില്ല, അവന് സുഖമുണ്ടാവുന്നില്ല, അവന് മോക്ഷഗതിയും സിദ്ധിക്കുന്നതല്ല എന്ന് സാക്ഷാൽ ഭഗവാൻ ഗീതയിൽ പറഞ്ഞിരിക്കുന്നു. ഇന്ന് ഗീതാ ജയന്തി ദിനമാണ്.
ശ്രീമദ് ഭഗവത്ഗീത ലോകരക്ഷയ്ക്കായിക്കൊണ്ട് ലോകത്തെ ഉപദേശിക്കാൻ വേണ്ടി അർജുനനെ നിമിത്തമാക്കിക്കൊണ്ട് ശ്രീമൻ നാരായണൻ തന്നെ അവതരിച്ചു വന്ന് ഭഗവാൻ ശ്രീകൃഷ്ണനായി നമുക്കെല്ലാം മനുഷ്യരാശിക്കാകെ ഉപദേശിച്ച ഗ്രന്ഥമാണ് ഗീതാശാസ്ത്രം. ആ ഗീതാശാസ്ത്രം അവതരിച്ച ദിനം കൂടിയാണ് ഗുരുവായൂർ ഏകാദശി. ആ ഗീതയിൽ പറഞ്ഞിരിക്കുന്ന വളരെ സുസ്പഷ്ടമായ ഒരു ശാസ്ത്രവിധിയെ മാനിക്കണം എന്ന സൂക്തമാണ് ഞാൻ ഇവിടെ ചൊല്ലിയത്. യശ് ശാസ്ത്രവിധിമുത്സൃജ്യ വർത്തത്തെ കാമകാരത നസ സിദ്ധിമവാപ്നോതി ന സുഖം ന പരാംഗതിം. ഇങ്ങനെ താന്തോന്നിത്തം കാണിക്കുന്നവൻ, ഒരിക്കലും ശാസ്ത്രവിധിയെ മാനിക്കാത്തവൻ, അവന് സുഖവും സിദ്ധിയും പരഗതിയും ഉണ്ടാവുന്നില്ല എന്ന് ശ്രീകൃഷ്ണ വാക്യമാണ്. ഇവിടെ തന്ത്രി ചെയ്തിരിക്കുന്ന എന്താണ്? ഞാൻ ഇന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അയച്ചു തന്ന ഈ തന്ത്രിയുടെ റിട്ട്, തന്ത്രി കൊടുത്തിരിക്കുന്ന ഹരജി, അതിൽ പറഞ്ഞിരിക്കുകയാണ് ശങ്കരാചാര്യർ ഒരു മിത്താണെന്ന്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഈ തന്ത്രിക്ക് ശങ്കര ഭാഷ്യമോ ശങ്കരാചാര്യരുടെ ഇതര കൃതികളോ ഒന്നും ബാധകമല്ലെന്നല്ലേ വരിക? കേരളീയനായ നമ്മുടെ അഭിമാനമായ ജഗദ്ഗുരു സാക്ഷാൽ ആദിശങ്കരൻ ഒരു മിത്താണെന്ന് പറഞ്ഞ തന്ത്രി ഒരു കേരള ബ്രാഹ്മണനാണോ എന്ന് എനിക്ക് അത്ഭുതം തോന്നുകയാണ്. കാരണം കേരള ബ്രാഹ്മണനായിരുന്ന ശങ്കരാചാര്യർ ഒരു മിത്താണെന്ന് സ്വന്തം പൂർവ്വ പിതാമഹന്മാരെ തള്ളി പറയുന്നതിന് നാടൻ ഭാഷയിൽ വളരെ രൂക്ഷമായ പദങ്ങളാണ് ഉള്ളത്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ തന്ത്രീശൻ എന്ന് സ്വയം വിചാരിക്കുന്ന തന്ത്രി ഇന്ന് ചെയ്തത് അക്ഷന്തവ്യമായ അപരാധമല്ലേ? ഒരാൾ അയാൾക്ക് പുലയുള്ളപ്പോൾ, അത് ജന്മപുലയാണെങ്കിലും മരിച്ചതിനുള്ള പുലയാണെങ്കിലും, ഇതിപ്പോ ഒരു ഒരു ബന്ധു മരിച്ച പുലയാണ് അദ്ദേഹത്തിന്. ഗുരുവായൂരപ്പന്റെ കാര്യം എന്താന്ന് വെച്ചാല്, ഗുരുവായൂരപ്പൻ വളരെ കണിശമായി ശിക്ഷ വിധി നടപ്പാക്കുന്ന ഭഗവാനാണ്, സാക്ഷാൽ മഹാവിഷ്ണുവാണ്. അപ്പൊ ഗുരുവായൂരപ്പന്റെ ഇച്ഛയ്ക്ക് വിരുദ്ധമായി, ഗുരുവായൂരപ്പന്റെ ഇച്ഛ എങ്ങനെ മനസ്സിലാക്കാം? ശാസ്ത്രങ്ങളെ നോക്കണം. ഒരു മഹാവിഷ്ണുവിന്റെ ആലയം എങ്ങനെ നടത്തണം എന്നതിന് തന്ത്രിക്ക് വൈഖാനസത്തിലും പാഞ്ചരാത്രത്തിലും നല്ല അറിവും പ്രയോഗ സാമർഥ്യവും ഉണ്ടായിരിക്കണം. നിർഭാഗ്യമെന്ന് പറയട്ടെ, ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, കേരളത്തിലെ മിക്ക തന്ത്രിമാരുടെ അവസ്ഥ ഇതിൽ നിന്നും വ്യത്യസ്തമല്ല. എല്ലാവരെയും ഞാൻ പറയുന്നില്ല, നല്ല അറിവുള്ളവരും ആചരണ സാമർഥ്യമുള്ളവരും ഉണ്ട്. ഇപ്പൊ ഞാൻ ഗുരുവായൂർ വളരെ വളരെ റെയറായിട്ടേ പോവാറുള്ളൂ. ശ്രീപത്മനാഭ സ്വാമിയുടെ അടുത്താണ് മിക്കവാറും ഞാൻ പോവുക, തിരുവനന്തപുരത്ത്. ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ അതിവിശുദ്ധമായ പൂർണ്ണ തേജസ്സുള്ള ഒരു ആലയത്തിൽ പ്രവേശിച്ചതിന്റെ അനുഭവം എല്ലാവർക്കും സംസിദ്ധമാവും. അതൊരു കച്ചവട കേന്ദ്രമല്ല. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ജീവനക്കാരുടെ പെരുമാറ്റം ഞാൻ പറയുന്നില്ല, അതെന്തോ ആവട്ടെ. ഈ ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണമുള്ള മിക്ക ക്ഷേത്രങ്ങളിൽ ഉള്ളതുപോലെ തന്നെയാണ് ഏകദേശം ജീവനക്കാരുടെയും പെരുമാറ്റം. പക്ഷേ ഞാൻ പറയുന്നത് അവിടുത്തെ തന്ത്രി, അല്ലെങ്കിൽ ആ തന്ത്രി കുടുംബം, തരണനല്ലൂർ കുടുംബം, എത്ര നൂറ്റാണ്ടുകളായി ദേവപൂജയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഋഷിമാരാണവർ എന്ന് പറയാൻ കാരണം ഈ വൈഖാനസം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എങ്ങനെയാണ് ഒരു മനുഷ്യൻ, സാധാരണ ഒരു ബ്രാഹ്മണൻ, അതാണ് ജാതമാത്ര ബ്രാഹ്മണൻ എന്ന് പറയുന്നു ആ വൈഖാനസം, വൈഷ്ണവാഗമമാണ്. ജാതമാത്ര ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ കുടുംബത്തിൽ ബ്രാഹ്മണനായ അച്ഛനും അമ്മയ്ക്കും ജനിച്ചുകൊണ്ട് മാത്രം ബ്രാഹ്മണൻ എന്ന പേരുള്ളവൻ, അവനാണ് ജാതമാത്ര ബ്രാഹ്മണൻ. ആ ജാതമാത്ര ബ്രാഹ്മണൻ ഒരു തന്ത്രി ആവണമെങ്കിൽ അവൻ ഈ സവിശേഷമായ വിധികളിലൂടെ കടന്നുപോയി ഈ ശാസ്ത്രവിധികളെ മാനിച്ച് നിത്യം നിത്യാർച്ചന, അത് ഗൃഹത്തിൽ ഉള്ള ഗൃഹ ഉപചാര അല്ലെ ഗൃഹാചാരവും വേണം അവന്. അതുപോലെ തന്നെ ആലയാർച്ചയും വേണം അവന്. ആലയാർച്ച എന്ന് പറഞ്ഞാൽ ആലയത്തിൽ, ദേവാലയത്തിൽ വിഷ്ണുവിന് ചെയ്യപ്പെടുന്ന പൂജ കടുകിട വ്യത്യാസമില്ലാതെ ആ ശാസ്ത്രങ്ങളെ മാനിച്ചുകൊണ്ട് ചെയ്താൽ മാത്രമേ അവന് തന്ത്രി എന്ന പേരിന് അർഹതയുള്ളൂ. ഇവിടെ നടന്നിരിക്കുന്ന എന്താണ്? നമ്മുടെ ആരുടെയെങ്കിലും കുടുംബത്തിൽ ഒരു മരണം നടന്നാൽ നമ്മളിങ്ങനെ കുറിക്കൂട്ട് വാരി പൂശി ഇഷ്ടിക കൊണ്ട് കുറി വരച്ച് നമ്മൾ പിന്നെ ക്ഷേത്രത്തിന്റെ മുറ്റത്ത് പോയിട്ട് വിളക്ക് തെളിക്കുമോ? അപ്പൊ ശാസ്ത്രവിധിയും ഈ തന്ത്രി മാനിക്കുന്നില്ല എന്നതിന് ഇത് ഒരു ഉദാഹരണം മാത്രമാണ്. ഞാനൊരു ദിവസം ഒരു ചിത്രം കണ്ടു. അത് അനിൽജി കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കുന്നുണ്ട്. ഞാനൊരു ദിവസം ഒരു ചിത്രം കണ്ടു സോഷ്യൽ മീഡിയയിൽ. ഈ പറയുന്ന ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ കൂടെ ജസ്ന സലീം എന്ന് പറഞ്ഞ പെൺകുട്ടി അദ്ദേഹത്തിന്റെ മുറിയിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നു. എനിക്കോ അനിൽജിക്കോ ഇവിടെ ഇരിക്കുന്ന ഭക്തജന സംരക്ഷണ സമിതിയുടെ നേതാവിനോ പറ്റുമോ അങ്ങനെ ചെയ്യാൻ? അനുവദിക്കുമോ? അപ്പൊ ഈ മതവിഘടനവാദ ശക്തികൾ പോലും തന്ത്രിയുടെ മുറിക്കകത്ത് നിർലോഭം, ഒരു പ്രശ്നമില്ലാതെ നിർവിഘ്നം കടന്നു ചെല്ലുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അപകടകരമായ ഒരു അവസ്ഥ ഗുരുവായൂരിൽ ഉണ്ടെന്നല്ലേ ഞാൻ മനസ്സിലാക്കേണ്ടത്. പിന്നീടല്ലേ, ഏതാനും ദിവസങ്ങൾക്ക് ശേഷമല്ലേ നമുക്ക് മനസ്സിലായത് ഈ പെൺകുട്ടി
ഗുരുവായൂരപ്പന്റെ ഒരു ചിത്രം മാത്രം എവിടുന്നോ കോപ്പി ചെയ്ത് വരയ്ക്കുകയാണെന്നും അത് അവളുടെ വരയ്ക്കാനുള്ള കഴിവല്ലെന്നും അവിടെ അവളും അവളുടെ ആൺ സുഹൃത്തും വന്നിട്ട് ബർത്ത്ഡേ പാർട്ടി കേക്ക് മുറിച്ച് ആഘോഷിക്കുകയും ചെയ്തത് കണ്ടുവല്ലോ നമ്മൾ. അപ്പോ ഇതൊക്കെ തന്ത്രിയുടെ, അതായത് നമ്മൾ പറയല്ലോ അർച്ചകസ്യ പ്രഭാവേന ശിലാഭവതി ശങ്കര എന്നാണ്. ഒരു വെറും കല്ല് അർച്ചകന്റെ പ്രഭാവം കൊണ്ടാണ് ശിവനായി മാറുന്നത്. അപ്പൊ അർച്ചകന്റെ പ്രഭാവം, ശാന്തിക്കാരന്റെ പ്രഭാവം, മേൽശാന്തിയുടെ പ്രഭാവം, തപശക്തി, തന്ത്രിയുടെ തപശക്തി, തന്ത്രിയുടെ അറിവും തപശക്തിയും, ഇതൊക്കെ പരമപ്രധാനമാണ്. അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിലെ വിഗ്രഹം വെറും ശിലയായി മാറിപ്പോവും. വിദ്യാസാഗർ അദ്ദേഹം എവിടെയാണ് താമസിക്കുന്നത് എന്ന് കൂടി ഒന്ന് അന്വേഷിക്കുക. നേരത്തെ വിജേഷ് ഭഗീന്ദ്രൻ അത് പറഞ്ഞു വെക്കുകയുണ്ടായി. അതെ, വമ്പൻ മുസ്ലിം മുതലാളിമാർ കൊടുത്തിരിക്കുന്ന ഡ്യൂപ്ലെക്സ് ഫ്ലാറ്റിലാണ്. എനിക്കറിയാം, ഇത് വലിയ ഫ്ലാറ്റുകൾ ഓഫർ ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ക്ഷേത്രത്തെ തകർക്കാൻ ഭക്തന്മാരെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം ഭക്തന്മാര് അവരുടെ പരിദേവനങ്ങൾ പറയാൻ ദേവനെ ആശ്രയിച്ച് വരുന്നവരാണ്. തന്ത്രിയെ പിടിച്ചാൽ ആ ക്ഷേത്രം ഒന്നടക്കം തകർക്കാം. ഇത് നന്നായിട്ട് അറിയാവുന്നവരാണ് ഇത് ചെയ്യുന്നത്. കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ട്. ഞാനിപ്പോ നേരത്തെ വൈഖാനസത്തിൽ പൗഷ്കര സംഹിതയിൽ ചൊല്ലിയ ഒരു ശ്ലോകം അത് പ്രമാണമാണ്. എന്താണ്? ഏകാന്തിന സുസത്വസ്ഥ ദേഹാന്തം നാന്യയാചിന. മാത്രമല്ല, കർത്തവ്യമിതി ദേവേശേ സംയജന്തേ ഫലം വിന. പണം ആഗ്രഹിക്കാതെ വേണം ഈ കാര്യങ്ങളെല്ലാം ഒരു ശാന്തിക്കാരനും തന്ത്രിയും ചെയ്യാൻ. ദേവാലയ പൂജ, വൈഷ്ണവാലയ പൂജയിലെ പ്രത്യേകമുള്ള നിർബന്ധമാണ് ഈ മനുഷ്യൻ കേവലം ജാതമാത്ര ബ്രാഹ്മണൻ എന്ന സ്ഥാനത്ത് നിന്നും ഒരു എന്താ പറയാ, ഒരു ഭ്രൂണബ്രാഹ്മണനിലേക്കും, ഭ്രൂണബ്രാഹ്മണിൽ നിന്ന് ഒരു ഋഷി ബ്രാഹ്മണനിലേക്കും, ഋഷി ബ്രാഹ്മണിൽ നിന്ന് ഒരു മുനിയിലേക്കും അവൻ എത്തിച്ചേരണമെങ്കിൽ അവന് ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏകാന്തിന ഒറ്റപ്പെട്ട് വളരെ മറ്റു ജനങ്ങളിലും വല്ലാതെ ഇടപെടാതെ, ഈ ജസന സലീമിന്റെ ഒക്കെ കൂടെ നിന്ന് സെൽഫി എടുക്കാതെ മര്യാദയ്ക്ക് അവനവന്റെ ശാസ്ത്രവിധിയിലുള്ള കർമ്മങ്ങൾ ചെയ്ത് ശാന്തിയോടെ, പ്രധാനമായും സത്വബുദ്ധിയോടുകൂടി ദേവനെ യജിച്ചുകൊണ്ട്, ദേവനെ പ്രാർത്ഥിച്ചും ജപിച്ചും അർച്ചന ചെയ്തുകൊണ്ടും വിഷ്ണു വിഗ്രഹത്തെ പൂജിച്ചുകൊണ്ടും, മാത്രവുമല്ല ഇതിനൊന്നും ഫലം പണം പ്രതീക്ഷിച്ച് ചെയ്യരുതെന്നാണ്. ഇപ്പൊ നമ്മുടെ സുഹൃത്ത് ഇവിടെ ഭക്തജന സമിതിയുടെ അദ്ദേഹം പറഞ്ഞുവല്ലോ, ലക്ഷക്കണക്കിന് രൂപയാണ് എഴുതുന്നത്. ഇത് ഇവിടുത്തെ മാത്രം കഥയല്ല, അങ്ങ് ഗോകർണം മുതൽ കന്യാകുമാരി വരെയുള്ള വിവിധ ക്ഷേത്രങ്ങളുടെ അവസ്ഥ ഇത് തന്നെയാണ്. അർച്ചകന്മാര് അവരുടെ തൊലി വെളുപ്പും നിറവും വസ്ത്രത്തിന്റെ നിറവും കുറിക്കൂട്ടും കാണിച്ചുകൊണ്ട് ലക്ഷങ്ങളും കോടികളുമാണ് ഓരോ പൂജയിലും സമ്പാദിക്കുന്നത്. ഇവരെ അടക്കമുള്ള സമാജത്തെ നിലനിർത്തുന്ന ഹൈന്ദവ സമൂഹത്തോട് യാതൊരു പ്രതിപത്തിയുമില്ലെന്ന് മാത്രമല്ല പരമപുച്ഛവുമാണ്. മതം മാറി തൊപ്പിയിട്ട് വന്നാൽ തന്ത്രിയുടെ മുറിയിൽ കയറി ഫോട്ടോ എടുക്കാം. ഈ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഇത് മറ്റൊരു സമുദായത്തിനും ഇല്ലാത്ത അവസ്ഥ, വളരെ അപകടകരമായ അവസ്ഥയാണ്. ഇപ്പോ ഇതിൽ ഈ ഒരു വിഷയം പറഞ്ഞു. അതുപോലെ തന്നെ ക്ഷേത്രം എന്തിനാണ് ക്ഷേത്രം? സർവജനക്ഷേമം, സമയാസമയങ്ങളുള്ള മഴ, കൃത്യമായ വിളകൾ ഉണ്ടാവുക, അന്നം നന്നായി സമൃദ്ധമാവുക സമൂഹത്തിൽ. ഇങ്ങനെ പിന്നെ അതുപോലെ രാജാവിനും രാജ്യത്തിനും ക്ഷേമം ഉണ്ടാവുക, പ്രജകൾക്ക് ക്ഷേമം ഉണ്ടാവുക. ഇങ്ങനെയുള്ള പല ലക്ഷ്യങ്ങൾ തന്ത്രം എണ്ണമിട്ട് പറയുന്നുണ്ട്. ഒരു ദേവാലയം ഒരിടത്ത് വെച്ചാൽ അതിന് സ്വകാര്യ താല്പര്യങ്ങളല്ല, മറിച്ച് സർവജനക്ഷേമമാണ്, രാജ്യ താല്പര്യമാണ് ക്ഷേത്രത്തിനുള്ളത്. ആ ക്ഷേത്രത്തെ ഇவ்விധം നശിപ്പിച്ചാൽ, അതിന്റെ പൂർവാചാരങ്ങളെ തമസ്കരിച്ച് താന്തോന്നിത്തം കാട്ടിയാൽ, അതാണല്ലോ കാമകാരത എന്ന് പറഞ്ഞത്, താന്തോന്നിത്തം കാട്ടിയാൽ തന്ത്രിയാവില്ല, താന്തോന്നിയാവൂ. ഇത് പറയാൻ ഒരു മടിയും ഭയവുമില്ല. ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിനകത്ത് കടക്കുമ്പോ ശ്രീപത്മനാഭന്റെ ഓരോ ചടങ്ങും കാണുമ്പോൾ അത്ഭുത ആദരവ് തോന്നുകയാണ് തന്ത്രിയോട്. അവിടുത്തെ സതീശൻ ഭട്ടതിരിപ്പാടാണെങ്കിലും അവിടുത്തെ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനാണെങ്കിലും അവിടെ പൂജാ കാര്യങ്ങൾ നിർണയിക്കുന്ന തന്ത്രിയോട് നമുക്ക് പാദ നമസ്കാരം ചെയ്യാൻ തോന്നുകയാണ്. കാരണം അവർ ശാസ്ത്രം പഠിച്ചവരും ഈ വൈഖാനസം പറയുന്ന ഋഷിത്വമുള്ളവരാണ്. ഈ ഒരു കാര്യം ഇത് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ശാസ്ത്രബോധമുള്ളവർ നമ്മുടെ സമൂഹത്തിലില്ല. വൈഖാനസം പഠിക്കണം, പാഞ്ചരാത്രം പഠിക്കണം, ദൈവാഗമം പഠിക്കണം, ഒന്നും പഠിക്കണ്ട. അച്ഛൻ തന്ത്രിയായിരുന്നു, അതുകൊണ്ട് ഞാനും തന്ത്രി. അച്ഛൻ തന്ത്രിയായതുകൊണ്ട് അച്ഛനും തന്ത്രി. എന്റെ ഉപ്പാപ്പാക്ക് ഒരു ആനുണ്ടായിരുന്നു എന്ന് വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞ വരികയാണ്. ഈ തഴമ്പ് പോരാ തന്ത്രിയാവാൻ. തന്ത്രിയാവണമെങ്കിൽ ആചാരത്തെ പറ്റി വളരെ ശ്രദ്ധയോടെ പഠിച്ചവനായിരിക്കണം, നിത്യവും ദേവനെ യജനം ചെയ്യുന്നവനായിരിക്കണം. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞാൽ നമ്മുടെ ക്ഷേത്രങ്ങൾക്കെല്ലാം മേലെ സന്യാസിമാര് വേണ്ട, അതിൽ ഗൃഹസ്ഥരായിട്ടുള്ള ആചാരയുക്തരായിട്ടുള്ള ആളുകൾ ചേർന്നുകൊണ്ട് ഈ പറഞ്ഞ പോലെ ആഗമ വിചാര സഭയുണ്ടായിരിക്കണം. ഇത് ഞാൻ പണ്ടേ പറയുന്ന വിഷയമാണ്, ആരും കേൾക്കാറില്ല.
ആഗമ വിചാര സഭയുണ്ടെങ്കിൽ മാത്രമേ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ തന്ത്രിയെ ശാസിക്കാൻ ഈ ദേവസ്വം ബോർഡിനെ പോലെ പിന്നെ പരസ്പരം സഹായ മുന്നണി പോരാ. നമുക്ക് വേണ്ടത് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ആചാരങ്ങൾ തെറ്റു വന്നാൽ അപ്പോൾ ചോദ്യം ചെയ്യാനും തിരുത്താനും പറ്റിയ ഓദിക്കന്മാരും ആഗമം പഠിച്ചവരുമായ ആളുകളുടെ ആഗമം പഠിച്ചവരായിരിക്കണം. അതിൽ കയറിക്കൂടും രാഷ്ട്രീയക്കാർ, അവർക്ക് വേറെ ലാഭം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ആഗമം പഠിച്ചവരുടെ ഒരു സമിതി എല്ലാ ക്ഷേത്രങ്ങളിലും വേണം ഇവരെയൊക്കെ തിരുത്താൻ എന്നാണ് എൻ്റെ ആദ്യത്തെ അഭിപ്രായം. യെസ്, ശ്രീ ആർ വി ബാബു, എന്തായാലും സുപ്രീം കോടതി ദേവസ്വത്തിനും തന്ത്രിക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. സ്വാഭാവികമായി നമുക്കറിയാം ഹൈക്കോടതിയിൽ എന്ത് എഫിഡവിറ്റാണോ കൊടുത്തത് അത് തന്നെയായിരിക്കും സുപ്രീം കോടതിയിലും കൊടുക്കാൻ പോകുന്നത്, അല്ലേ? കോടതി എന്തായാലും ഇവർ ചൂണ്ടിക്കാണിച്ച, അതായത് ഭക്തജനങ്ങളുടെ തലയിലാണല്ലോ ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. അവരുടെ അസൗകര്യം കാരണം ഉദയാസ്തമന പൂജ മാറ്റിവെച്ചു എന്ന് ആണല്ലോ പറഞ്ഞിരിക്കുന്നത്. അതെന്തായാലും വിശ്വാസത്തിലെടുക്കാൻ കോടതി തയ്യാറായിട്ടില്ല. ഇപ്പോൾ എന്തായാലും ഒരു നൂറ്റാണ്ടുകളായി ആചരിച്ചു വരുന്നത് അത് ഇല്ലാതാക്കിയിരിക്കുന്നു ഇന്ന്, അല്ലേ? എന്തായിരിക്കും ഇനി തുടർ നടപടികൾ, ശ്രീ ആർ വി ബാബു? അല്ല, സുപ്രീം കോടതി ഈ വിഷയത്തിൽ നോട്ടീസ് അയച്ചിരിക്കുന്നു. ആ നോട്ടീസ് അനുസരിച്ച് തന്ത്രിയും ദേവസ്വം മാനേജിംഗ് കമ്മിറ്റിയും കൊടുക്കുന്ന മറുപടി വളരെ പ്രസക്തമാണ്. അപ്പോൾ നമുക്ക് കാത്തിരിക്കുക എന്നുള്ളത് മാത്രമേ നിവൃത്തിയുള്ളൂ. സുപ്രീം കോടതിയുടെ തീരുമാനം ഈ വിഷയത്തിൽ അന്തിമമായിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് നല്ലത് വരും എന്ന് തന്നെ പ്രാർത്ഥിക്കാനേ കഴിയൂ. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ തന്ത്രി ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് തന്ത്രി വിമർശന വിധേയനാകണമെങ്കിൽ വിമർശന വിധേയമാകണം. നമ്മൾ ദൈവത്തെ ചോദ്യം ചെയ്യാൻ പഠിപ്പിച്ച ഒരു ധർമ്മമാണ് സനാതന ധർമ്മം. ഈശ്വരനെ ചോദ്യം ചെയ്യാൻ പഠിപ്പിച്ച ഒരു ധർമ്മമാണ്. അതുകൊണ്ട് നമുക്ക് ഈ നചികേതസിൻ്റെ ഒക്കെ കഥ കേട്ട് പഠിച്ചു വളർന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ ഈ വേണ്ടി വന്നാൽ ഈശ്വരനെ ചോദ്യം ചെയ്യാനും മടിക്കേണ്ടതില്ല എന്ന് പഠിപ്പിക്കുന്ന ആ ധർമ്മത്തിൽ തന്ത്രി പിന്നെ അതിനേക്കാൾ എത്രയോ താഴെയുള്ള ഒരാളാണ്. അപ്പം അതുകൊണ്ട് തന്ത്രി തെറ്റ് ചെയ്താൽ തന്ത്രി തെറ്റ് ചെയ്തു എന്ന് പറയാനായിട്ടും മടിക്കേണ്ടതില്ല. പക്ഷേ തന്ത്രിയെ പോലുള്ള ആളുകളെയൊക്കെ സമൂഹത്തിൽ ആരാധിക്കപ്പെടുക അല്ലെങ്കിൽ ആദരിക്കപ്പെടുകയും അവർ സമൂഹത്തിലെ ഒരു വലിയ മാന്യമായ സ്ഥാനം അവർക്കുണ്ട്. ആ സ്ഥാനത്തിനനുസരിച്ച് അവർ പെരുമാറണം. പൊതുസമൂഹം, ഭക്തജന സമൂഹം അവർക്ക് കൊടുക്കുന്ന ആ ഭക്തിയുടെയും ബഹുമാനത്തിൻ്റെയും അന്തസ്സ് നിലനിർത്തിക്കൊണ്ട് അവർ സമൂഹത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നാണ് ആ കാര്യത്തിൽ പറയാനുള്ളത്. ഇവിടെ പ്രശ്നം അനിൽ നമ്പ്യാർ, നമ്മൾ ചർച്ച ചെയ്യാതെ പോകാൻ പാടില്ലാത്തൊരു കാര്യം, ഭക്തജനങ്ങൾക്ക് ഈ കാര്യങ്ങളിൽ അഭിപ്രായം പറയാനോ ഭക്തജന സംഘടനകളുടെ, ഹൈന്ദവ സംഘടനകളുടെ അഭിപ്രായം എടുക്കാനോ ക്ഷേത്ര ഭരണ സമിതികൾ അല്ലെങ്കിൽ ക്ഷേത്രം ഭരിക്കുന്നവർ കൂട്ടാക്കുന്നില്ല എന്നുള്ളതാണ് കേരളത്തിലെ ക്ഷേത്ര ഭരണത്തിൽ നേരിടുന്ന വലിയൊരു വെല്ലുവിളി. ഭക്തജന സംഘടനകളുടെ അഭിപ്രായം എന്താണ്, ഹിന്ദു സംഘടനകളുടെ അഭിപ്രായം എന്താണ് എന്നതിനെക്കുറിച്ച് ആ അഭിപ്രായം അവർ രേഖപ്പെടുത്തിയാൽ, ഇപ്പൊ ഈ വിഷയത്തിൽ തന്നെ ഉദയാസ്തമയ പൂജ അല്ലെങ്കിൽ മാറ്റിയ സമയത്ത് തന്നെ ഹിന്ദു സംഘടനകൾ ശക്തമായ രീതിയിൽ രംഗത്ത് വന്നിരുന്നു. അപ്പോൾ ഹൈന്ദവ സംഘടനകളെ വിളിച്ചു വരുത്തി അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിക്കുന്ന ആളുകളുമായിട്ട് ചർച്ച ചെയ്ത് അവരെ കൂടി കേട്ട് അവരെ കൺവിൻസ് ചെയ്യിച്ചുകൊണ്ടുള്ള ഒരു നിലപാടിലേക്ക് ഒരു സമയത്തും ഗുരുവായൂർ ദേവസ്വം എന്നല്ല ഒരു ദേവസ്വം ബോർഡും എടുക്കാറില്ല. അവര് തന്നിഷ്ടപ്രകാരം തീരുമാനങ്ങൾ എടുക്കുകയാണ്. അവരുടെ തീരുമാനം അനുസരിച്ചിട്ടാണ്. ഇപ്പോ ഈ അടുത്ത ദിവസങ്ങളിൽ വന്ന ചില കോടതി വിധികൾ ഈ തരുണത്തിൽ നമ്മുടെ ചർച്ചയിൽ കടന്നു വരേണ്ടതാണ്. ഇപ്പൊ ഇന്ന് നമുക്കറിയാം, ഹൈക്കോടതി വളരെ രൂക്ഷമായ ഭാഷയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോടാണത് പറഞ്ഞിരിക്കണമെങ്കിലും മലബാർ ദേവസ്വം ബോർഡിനും കൊച്ചിൻ ദേവസ്വം ബോർഡിനും ഗുരുവായൂർ ദേവസ്വം ബോർഡിനും ഒക്കെ ബാധകമായിട്ടുള്ള കാര്യമാണ്. അതായത് രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഫ്ലക്സ് ബോർഡുകൾ, ഭീമാകാരമായ ഫ്ലക്സ് ബോർഡുകൾ നാലമ്പലത്തിനകത്ത് വരെ പ്രദർശിപ്പിക്കുക, ദേവനേക്കാൾ പ്രാധാന്യത്തോടുകൂടി ശാന്തിക്കാരനേക്കാൾ വലിയ ഈശ്വരൻ എന്ന് പറയുന്ന, അല്ല ഈശ്വരനേക്കാൾ വലിയ ശാന്തിക്കാരൻ എന്ന് പറയുന്ന പോലെ ദേവനേക്കാൾ വലിയ ഫ്ലക്സ് ബോർഡുകൾ പ്രദർശിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ, ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ, ദേവസ്വം മന്ത്രിയുടെ, ട്രേഡ് യൂണിയൻ നേതാവിന്റെ ഒക്കെ ഫ്ലക്സ് ബോർഡുകൾ പ്രദർശിപ്പിക്കുന്നതിനെതിരെ രൂക്ഷമായ ഭാഷയിൽ ഹൈക്കോടതി ഇതിനു മുൻപ് പറഞ്ഞു, ഇന്ന് വീണ്ടും പറയുകയുണ്ടായി. അത് ഇപ്പോൾ ഈ ഗുരുവായൂർ ഏകാദശി പോലെ തന്നെ വളരെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. ക്ഷേത്രങ്ങൾ എങ്ങനെ, ഹൈന്ദവ സംഘടനകളെ, ഇതെല്ലാം ചെയ്യുന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭക്തജന സംഘടനകളെ ക്ഷേത്രത്തിന്റെ സന്നിധിയിൽ നിന്ന് അവർ പുറത്താക്കി. അത് ശബരിമലയിലായാലും ഗുരുവായൂരിലായാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലായാലും കൊച്ചിൻ ദേവസ്വം ബോർഡിലായാലും ഭക്തജന സംഘടനകളെ മുഴുവൻ പുറത്താക്കി. ക്ഷേത്രത്തോടും ക്ഷേത്ര ആചാരങ്ങളോടും വിശ്വാസത്തോടും ഭക്തിപൂർവം
അനുസരിച്ച് പ്രവർത്തിക്കുന്ന സംഘടനകളെയും പ്രസ്ഥാനങ്ങളെയും അല്ലെങ്കിൽ ആളുകളെയും ഒക്കെ പുറത്താക്കിയിട്ട് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ക്ഷേത്രങ്ങൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന തരത്തിലേക്ക് ക്ഷേത്രങ്ങൾ പിടിച്ചടക്കാൻ തുടങ്ങി. ക്ഷേത്രങ്ങൾ പിടിച്ചടക്കണം എന്ന് പാർട്ടി തീരുമാനിക്കുന്ന സ്ഥിതിയുണ്ടായി. ക്ഷേത്ര ഭരണസമിതികൾ പിടിച്ചടക്കണം. എന്തിനു വേണ്ടിയാണ് ക്ഷേത്ര ഭരണസമിതികൾ പിടിച്ചടക്കുന്നത്? ക്ഷേത്ര ഭരണം കൈയടക്കിക്കൊണ്ട് ഹൈന്ദവ സമൂഹത്തെ ശിഥിലമാക്കുക. ഹിന്ദുക്കൾ ഏകീകരിക്കുന്നത് ക്ഷേത്രങ്ങളിലൂടെയാണെങ്കിൽ ആ ക്ഷേത്രങ്ങൾ തങ്ങളുടെ കൈപ്പിടിയിലാക്കി ഹിന്ദുക്കളെ ശിഥിലമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് അത്തരം നടപടികളൊക്കെ സ്വീകരിച്ചത്. അപ്പോ അതിന്റെ ഭാഗമാണ് ഈ പറയുന്ന ഫ്ലക്സ് ബോർഡുകളൊക്കെ. ഇതെല്ലാം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മറുഭാഗത്തോ ഇതേ കോടതി തന്നെ ചില കാര്യങ്ങളിൽ നടത്തുന്ന ഇടപെടലുകൾ നമുക്ക് ആശങ്കയുണ്ടാക്കുന്നു. ഇപ്പോൾ ക്ഷേത്ര ഉത്സവങ്ങളിൽ കോടതി ഇടപെട്ട് ചില ഗൈഡ് ലൈൻസ് ഇറക്കുന്നു. ആ ഗൈഡ് ലൈൻസ് ക്ഷേത്ര ഉത്സവങ്ങളെ തന്നെ ഗുരുതരമായി ബാധിക്കുന്ന തരത്തിലായിട്ട് മാറുന്നു. ഇപ്പോ ആനയുടെ കാര്യത്തിൽ കോടതിക്ക് വല്ലാത്ത ആശങ്കയാണ്. ആനയുടെ കാര്യത്തിൽ മാത്രമാണ് ഈ ആശങ്ക. ആനകൾ പീഡിപ്പിക്കപ്പെടുന്നതിൽ മാത്രമുള്ള ആശങ്ക ചില NGO-കൾക്കുമുണ്ട്, ചില സന്നദ്ധ സംഘടനകളുടെ ഭാഗത്തു നിന്നും നമ്മൾ കാണാറുണ്ട്. എന്നാൽ പല സന്ദർഭങ്ങളിലും ആയിരക്കണക്കിന് മൃഗങ്ങളെ കൂട്ടത്തോടെ കൊന്നൊടുക്കുന്ന തരത്തിലുള്ള കെട്ടുകാഴ്ചകൾ നടത്തിക്കൊണ്ട് വലിയ വലിയ പന്തൽ കെട്ടി ഈ പിറ്റേ ദിവസം അറക്കാൻ വെക്കുന്ന മൃഗങ്ങളെ മുഴുവൻ പരസ്യമായി പ്രദർശിപ്പിച്ച് ഒക്കെ നടത്തുന്ന മത ചടങ്ങുകൾ കോടതിക്ക് വിഷയമല്ല. കോടതി എത്രയോ തവണ ഉത്തരവിട്ടിട്ടുണ്ട്. അതായത് ലൈസൻസ് ഉള്ള അറവുശാലകളിൽ വേണം മൃഗങ്ങളെ അറക്കാൻ. ഈ മാംസം ഇങ്ങനെ പരസ്യമായി കെട്ടിത്തൂക്കിയിടാൻ പാടില്ല. ഈ കൊന്ന് മൃഗങ്ങളെ തൊലിയുരിച്ച് പരസ്യമായി പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന് കോടതിയുടെ ഉത്തരവുണ്ട്. പക്ഷേ കോടതിയുടെ കൺമുമ്പിൽ ഇതെല്ലാം നടക്കുകയല്ലേ? കോടതി എന്ത് നിലപാടെടുക്കുന്നു? കോടതി ഒരു നിലപാടെടുക്കുന്നില്ല. അപ്പോ കോടതിയിലെ ചില ജഡ്ജിമാരുടെ, ഞാൻ 2009 എന്നാണ് എൻ്റെ ഓർമ്മ, 2006 അന്നത്തെ ഹൈക്കോടതി ജസ്റ്റിസ് അദ്ദേഹം 11 മണിക്ക് ശേഷം പൂരം ആഘോഷത്തിന്റെ എഴുന്നള്ളിപ്പ് പാടില്ല എന്ന് തീരുമാനമെടുത്തു. ഉത്തരവിറക്കി. രാത്രി 11 മണിക്ക് ശേഷം പൂരം എഴുന്നള്ളിപ്പ് പാടില്ല എന്ന്. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഭക്തജനങ്ങൾ കോടതിയിൽ പോയി. ആ കോടതി വിധിയിൽ അതൊരു സിംഗിൾ ബെഞ്ച് വിധിയായിരുന്നു. അതിന്റെ ഡിവിഷൻ ബെഞ്ച് ജസ്റ്റിസ് KT ശങ്കരനും സിരിജകന്റെയും വിധി ബെഞ്ച് അതിനെ റദ്ദാക്കി കളയുണ്ടായി. അപ്പോൾ ഈ കുറെ കാലമായിട്ട് ഇത്തരത്തിൽ ചില നടപടികളുണ്ട്. ക്ഷേത്ര വിശ്വാസങ്ങളെ തകർക്കുക, ആചാരങ്ങളെ തകർക്കുക, ക്ഷേത്ര ഉത്സവങ്ങളെ ഗുരുതരമായി ബാധിക്കുന്ന തരത്തിൽ ക്ഷേത്ര ഉത്സവങ്ങൾ വരുമ്പോൾ വിവാദങ്ങളെയും കൊണ്ടുവരികയാണ് ഒപ്പം തന്നെ. അപ്പൊ ക്ഷേത്ര ഉത്സവങ്ങൾ കടന്നു വരുമ്പോൾ ഒപ്പം തന്നെ വിവാദങ്ങളും കൊണ്ടുവന്ന് ക്ഷേത്ര ഉത്സവങ്ങളെ വിവാദത്തിലാക്കി അതിന്റെ മഹത്വം, പവിത്രത, അതിനെ സംബന്ധിച്ചുള്ള ഭക്തജനങ്ങളുടെ വിശ്വാസം ഇതൊക്കെ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഈ തരത്തിൽ ചില പ്രവർത്തനങ്ങളും നടക്കുന്നു. അപ്പൊ അതും കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പൊ ഇതെല്ലാം തീർത്തും നിഷ്കളങ്കമായി നടക്കുന്നതാണ് എന്ന് വിശ്വസിക്കാൻ നമുക്ക് നിവൃത്തിയില്ല. അവിടെ തന്ത്രി ഇത്തരം അജണ്ടയ്ക്ക് കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ വേദന. നമ്മളെ സംബന്ധിച്ചിടത്തോളം തന്ത്രിക്ക് എതിരായിട്ട് അല്ലെങ്കിൽ തന്ത്രിയെ ബാധിക്കുന്ന തരത്തിൽ ഇത്തരത്തിൽ സംസാരിക്കേണ്ടി വരുന്നത് വേദനാജനകമാണ്. പൊതുസമൂഹത്തിനുള്ളിലുള്ള ഒരു വിശ്വാസം, ഭക്തി, തന്ത്രിയോടുള്ള ഭക്തി ഇല്ലാതാക്കണം എന്നുള്ള ധാരണയോട് കൂടിയിട്ടല്ല നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ നിവൃത്തിയില്ലാതെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് വേറെ മാർഗമില്ലാതെ വന്നാൽ, കാരണം ഈ കാര്യങ്ങളെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് തന്ത്രിയുമായി നമ്മുടെ സംഘടനയുടെ ചുമതലപ്പെട്ടവരൊക്കെ പോയി കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. തന്ത്രി ഇത്തരത്തിൽ നിലപാടിൽ നിന്ന് പിൻവാങ്ങണം എന്ന് നമ്മൾ പലതവണ തന്ത്രിയോട് ആവശ്യപ്പെട്ടതാണ്. ദേവസ്വം കമ്മിറ്റി രാഷ്ട്രീയ തീരുമാനത്തോടെ, രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്നു, തന്ത്രി അതിനോടൊപ്പം നിൽക്കുന്നു എന്നുള്ളത് അങ്ങേറ്റം വേദനാജനകമാണ്. ഇത് ഗുരുവായൂർ അമ്പലത്തിന്റെ മാത്രം കാര്യമല്ല, പല ക്ഷേത്രങ്ങളിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നു. അത് കൊടുങ്ങല്ലൂരിൽ നടക്കുന്നു, അത് തൃപ്രയാർ നടക്കുന്നു, വടക്കനാഥൻ ക്ഷേത്രത്തിൽ നടക്കുന്നു. ഇങ്ങനെയുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തി ക്ഷേത്ര ഉത്സവങ്ങളെയും ആചാരങ്ങളെയും ഒക്കെ എന്താണ് ഗാർഡ് ഓഫ് ഓണർ എടുത്തു കളയാനും തീരുമാനിച്ചല്ലോ. അതെ ഗാർഡ് ഓഫ് ഓണർ. അത് പിന്നെ കോടതിയല്ല, സർക്കാർ, പോലീസ് വകുപ്പ് തന്നെ തീരുമാനിക്കുകയാണ്. ഗാർഡ് ഓഫ് ഓണർ എടുത്തു കളയാൻ തീരുമാനിക്കുക. ഇപ്പോ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ഹിന്ദു സംഘടനകളുടെ പ്രക്ഷോഭത്തിലാണ്. ഹിന്ദു സംഘടനകളുടെ പ്രക്ഷോഭം ഇന്നും നാളെയൊക്കെ ആയിട്ട് നടക്കുകയാണ്. അവിടെ ഗാർഡ് ഓഫ് ഓണർ എടുത്തു കളയുക. ഈ ഗാർഡ് ഓഫ് ഓണർ എന്തിന്റെ ഭാഗമായിട്ട് കടന്നു വന്നതാണ്? ഗാർഡ് ഓഫ് ഓണർ എടുത്തു കളയണമെങ്കിൽ കളയൂ. പക്ഷെ അങ്ങനെയാണെങ്കിൽ ക്ഷേത്രങ്ങളും വിട്ടുകൊടുക്കുന്നത് എന്തിനാണ് സർക്കാർ വെച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് രണ്ടും എങ്ങനെയാണ് നമുക്ക്? ഇതേ ഹൈക്കോടതിയുടെ മുന്നിൽ
ആണ് ഈ ദേവസ്വം ബോർഡ് ഭരണഘടനാ വിരുദ്ധമാണ്, അത് ഭരണഘടനാ തത്വങ്ങൾക്ക് വിരുദ്ധമാണ്, അതുകൊണ്ട് ദേവസ്വം ഭരണം ഭക്തജനങ്ങളെ ഏൽപ്പിക്കണം, സർക്കാർ ദേവസ്വം ഭരണത്തിൽ നിന്ന് വിട്ടുനിൽക്കണം എന്നുള്ള പരാതിയുമായിട്ട് സുബ്രഹ്മണ്യം സ്വാമിയും പി ജി മോഹൻദാസും പോയത്. നമ്മളൊക്കെ അതിനകത്ത് കക്ഷിയായിരുന്നു, ഹിന്ദു ഐക്യവേദിയൊക്കെ അതിനകത്ത് കക്ഷിയായിരുന്നതാ. ഇപ്പൊ സുപ്രീം കോടതി കിടക്കുകയാണ് കേസ്, എത്രയോ കാലമായി സുപ്രീം കോടതി കിടക്കുന്നു. അങ്ങനെയാണെങ്കിൽ കോടതി മറ്റേ സർക്കാർ ഇതിൽ നിന്നൊക്കെ പോണെന്നേ. ഇപ്പോ ഹൈക്കോടതി ഒരു അന്വേഷണം കേസെടുത്തിരിക്കുകയാണ്. ഗുരുവായൂർ കോടതി വിളക്ക് എന്ന് പറയാൻ പാടില്ല. ഗുരുവായൂർ കോടതി വിളക്ക് എന്ന് പറയാൻ പാടില്ല. ചാവക്കാട് കോടതി, മുനിസിപ്പൽ കോടതിയും അവിടുത്തെ മജിസ്ട്രേറ്റ് കോടതിയിലെയും എല്ലാ ജീവനക്കാരും കൂടി ഏകാദശിയോടനുബന്ധിച്ച് നടത്തുന്ന വിളക്കിന് അവർ കോടതി വിളക്കെന്ന് പേര് കൊടുക്കുന്നു. തപാൽ വിളക്കുണ്ട്, അതേപോലെ KSEB ജീവനക്കാരുടെ വിളക്കുണ്ട്. ഇതിനൊക്കെ അവരൊരു പേര് കൊടുക്കുന്നു. കോടതി വിളക്കെന്ന് പേര് പറയാൻ പാടില്ല എന്ന ഉത്തരവ് ഹൈക്കോടതി ഇറക്കുന്നു. ഇത്തരത്തിലുള്ള ഉത്തരവിലൂടെ യഥാർത്ഥത്തിൽ ഞാൻ പറയും ചില അർബൻ നക്സൽ സ്വഭാവമുള്ള ആളുകൾ ജുഡീഷ്യറിയിൽ കടന്നുകൂടുമ്പോൾ സംഭവിക്കുന്നതാണ്. ഞാൻ അത്തരത്തിലുള്ള ഒരു ആരോപണം തന്നെ ഉന്നയിക്കുകയാണ് പൂർണ്ണമായ ഉത്തരവാദിത്വത്തോടെ. അത്തരം ചില ആളുകൾ കടന്നു വന്നിട്ട് ഈ നാടിന്റെ സാംസ്കാരിക പൈതൃകം എന്താണ്, സംസ്കാരം എന്താണ്, തികച്ചും മതേതരത്വമാണെങ്കിൽ തികച്ചും മതേതരത്വത്തിൽ ജീവിക്കാൻ അല്ലെങ്കിൽ ഇതേ കോടതികൾ മറുപടി പറയോ? തികച്ചും മതേതരത്വമാണെങ്കിൽ മത സംവരണം അവസാനിപ്പിക്കണം കേരളത്തിലെ എന്ന് കോടതി പറയാൻ തയ്യാറുണ്ടോ? ആ കേസുമായിട്ട് കോടതി പോയപ്പോൾ കോസ്റ്റ് അടിക്കുകയാണ് ചെയ്തത്. ഇത് മതേതരത്വം എന്ന് പറയുമ്പോഴോ ഇത്തരം കാര്യങ്ങളിൽ കാണാതിരിക്കുകയും ഹിന്ദുവിന്റെ കാര്യം വരുമ്പോൾ അത് കർശനമായി നടപ്പാക്കണം എന്ന് പറയുകയും ചെയ്യുന്ന കോടതി, ആ കോടതിയുടെ നടപടികൾ വിമർശന വിധേയമാകേണ്ടത് തന്നെയാണ്. അത് യാതൊരു സംശയം വേണ്ട. കോടതി വിമർശിച്ചാലൊന്നും ആരും മൂക്കിൽ വലിക്കുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് കോടതിയുടെ ഇത്തരം പരാമർശങ്ങൾ അങ്ങേയറ്റം ജുഗുപ്സാവഹമാണ്, തെറ്റാണ്. അത്തരം കാര്യങ്ങളിൽ കോടതിയുടെ ഇടപെടലുകൾ വളരെ ആശങ്കയുണ്ടാക്കുന്നു ഭക്തജനങ്ങളിൽ എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അനിൽ നമ്പ്യാർ. യെസ്, വിദ്യാസാഗർ ഗുരുമൂർത്തി, നോക്കൂ, ഹൈക്കോടതി ഈ തന്ത്രി കുടുംബം ഹൈക്കോടതിയിലേക്ക് പോയപ്പോൾ ഹൈക്കോടതി അതിൽ ഇടപെടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ സുപ്രീം കോടതിയാണ് അനുഭാവപൂർണ്ണമായിട്ടുള്ളൊരു നിലപാട് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. നേരത്തെ ശ്രീ RV ബാബു പറഞ്ഞത് നമ്മൾ അതിൻ്റെ ഗൗരവ സ്വഭാവത്തോടു കൂടി, ഗുരുതര സ്വഭാവത്തോടു കൂടി തന്നെ എടുക്കേണ്ടതല്ലേ? കോടതിയുടെ ചില ഇടപെടലുകൾ അത് അത്യന്തം ആശങ്ക ഉളവാക്കുന്നത് തന്നെയല്ലേ? കൊണ്ട് ഹിന്ദുക്കളെ നിർത്തുന്നത് ഇവിടെയുള്ള സിസ്റ്റമാണ്. അതായത് മറ്റൊരു മതത്തിനുള്ളത് ഗതികേടാണ്. കോടതി മറ്റു മതങ്ങളുടെ ഒന്നും ആഭ്യന്തര വിഷയങ്ങളിൽ ഇതുപോലെ ഇടപെടുന്നുമില്ല. ഹിന്ദുക്കൾക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, രാഷ്ട്രീയക്കാരെയും രാഷ്ട്രീയ സംഘടനകളെയും ഒക്കെ മാറ്റി നിർത്തി സന്യാസിമാർ പോലും അതിൽ വേണ്ട. കാരണം ക്ഷേത്ര വിഷയമാണ്. ആഗമശാസ്ത്രങ്ങളെ നന്നായി പഠിച്ചിട്ടുള്ള ഓദിക്കന്മാരടങ്ങുന്ന ഒരു സമിതി എല്ലാ ക്ഷേത്രങ്ങളുടെയും മേൽനോട്ടത്തിൽ വേണം. അവരും ആ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞത് അവനോട് ഇഷ്ടപ്പെട്ടത് ചെയ്യാതെ ഒരു ക്ഷേത്രത്തിൽ നടക്കേണ്ടത് എന്ത്, നടക്കരുതാത്തതെന്ന് കൃത്യമായിട്ട്, ഇപ്പൊ ഞാനത് ഉദാഹരണം പറഞ്ഞാൽ തിരുവനന്തപുരം പത്മനാഭൻ നമ്പൂരിപ്പാടൊക്കെ ജയിച്ച കേസുകൾ അല്ലെങ്കിൽ അദ്ദേഹം ഇടപെട്ട കേസുകളിലെ ആ രേഖകൾ വായിച്ചാൽ തന്നെ ഞെട്ടിപ്പോവും. അത്രയ്ക്കും ആഗമശാസ്ത്ര പണ്ഡിതനായ ഒരു മഹാത്മാവാണ് അദ്ദേഹം. അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഇവിടെ കേരളത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള മഹാന്മാരായിട്ടുള്ള ആഗമശാസ്ത്ര വിചക്ഷണന്മാരായിട്ടുള്ള ആളുകളെ ഒന്നിച്ചുകൂട്ടി, അത് രാഷ്ട്രീയ സംഘടനകളൊന്നും മുന്നെടുക്കണ്ട, അത് സ്വയം തന്നെ അത് രൂപീകരിക്കപ്പെട്ട് അത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള അറ്റ്ലീസ്റ്റ് നമ്മുടെ ദേശത്തെ ക്ഷേത്രങ്ങളെങ്കിലും കൃത്യമായ ആചാരത്തോടു കൂടി നടപ്പിലാവുന്നു. തന്ത്രിമാര് അമിതാധികാരം പ്രയോഗിച്ച് പണത്തിന് വേണ്ടി ഫലം പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളെ തടയാൻ സഹായകമാവും. മാത്രമല്ല, സുപ്രീം കോടതിയെ നമ്മളിപ്പോ ശബരിമല വിഷയത്തിൽ നമ്മൾ കണ്ടതാണ്. സുപ്രീം കോടതിയുടെ ഔദാര്യമാണ് ഹിന്ദുവിന്റെ ആചാരം. സുപ്രീം കോടതി പറയുകയാണ്, അയ്യോ സ്ത്രീകളൊക്കെ കയറേണ്ടതല്ലേ, എന്തുകൊണ്ടാണ് ശബരിമലയിൽ യുവതികളെ കയറ്റാത്തതെന്ന് സുപ്രീം കോടതി പറഞ്ഞാൽ പിറ്റേന്ന് മുതൽ എല്ലാ സർക്കാരും അത് സമ്മതിക്കുകയാണ്. രാഷ്ട്രീയ സംഘടനകൾ പോലും അവിടെ കിടക്കുകയാണ്, വെണ്ടക്കയിൽ എഴുതി വെക്കുകയാണ് സ്വാഗതം സ്വാഗതം എന്ന്. അപ്പൊ ഇതൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? ഇവർക്ക് ഹിന്ദു സമാജത്തോട് യാതൊരു പ്രതിപത്തിയും ഇല്ലെന്ന് മാത്രമല്ല, അവരവരുടെ രാഷ്ട്രീയ സിദ്ധാന്തങ്ങളെ ശരിവെക്കാൻ വേണ്ടിയിട്ട് ഹിന്ദുക്കളെ ഉപയോഗിക്കൽ മാത്രമാണ്. ഹിന്ദുക്കളെ ഫുട്ബോളായിട്ട് ഉപയോഗിക്കുകയാണ്, ഒരു ചവിട്ടുപടിയായിട്ട് ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശാസ്ത്ര വിഷയങ്ങളിൽ, അതുകൊണ്ടാണ് ഗീത മുതലുള്ള അല്ലെങ്കിൽ അതിനു മുമ്പ് വേദം മുതലുള്ള ഈ രാജ്യത്തെ ഈ ലോകത്തെ എല്ലാ സംഘടനകളും ഉണ്ടാകുന്നതിനൊക്കെ എത്രയോ മുമ്പ് ഋഷിമാരുടെ ശാസ്ത്രത്തെ നമ്മൾ പിൻപറ്റേണ്ടതല്ലേ? അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത് അതിനനുസരിച്ചല്ലേ നമ്മൾ ജീവിക്കേണ്ടത്? അങ്ങനെ ജീവിക്കാത്തവൻ താന്തോന്നിയാണെന്നല്ലേ ഗീത പറയുന്നത്? ഒക്കെ നമ്മൾ ചിന്തിക്കണം. പിന്നെ ഈശ്വര നിഷേധകമായ ശാസ്ത്രങ്ങൾ നാസ്തിക ശാസ്ത്രങ്ങളാണ്. ലോകായതം, ഭൗതികം എന്ന് പറയുന്നത്
ഈശ്വര നിഷേധമല്ല വേദാന്ത ശാസ്ത്രം. വേദാന്തം അടക്കമുള്ള ശാസ്ത്രങ്ങൾ ആസ്തിക ശാസ്ത്രങ്ങളാണ്. ഈശ്വരന്റെ ഉണ്മയെ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ടുള്ള ശാസ്ത്രമാണത്. അപ്പോ ഇങ്ങനെയുള്ള ആഗമശാസ്ത്രം അടക്കമുള്ളവ പഠിച്ച വിചക്ഷണന്മാരായിട്ടുള്ള ആളുകളെ നമ്മൾ കണ്ടെത്തി അതിനനുസരിച്ച് ഒരു സമിതി ഉണ്ടാക്കി ആ സമിതിക്ക് ഒരു സർക്കാർ സംവിധാനത്തിന്റെ അംഗീകാരം വേണമല്ലോ. കാരണം ഇപ്പൊ അങ്ങനെയാണ്, സർക്കാരിന്റെ കയ്യിലാണല്ലോ ഹിന്ദുമതം. ഹിന്ദുമതം എന്നൊരു മതം സർക്കാരിന്റെ കയ്യിലാണ് നിലനിൽക്കുന്നത്. ദേവസ്വം ബോർഡ് എല്ലാം, സുപ്രീം കോടതി അടക്കം ഈ സർക്കാർ സംവിധാനങ്ങളിലൂടെ നിയന്ത്രിക്കപ്പെടുന്ന ചക്കിൽ കെട്ടിയ കാളയെ പോലെയാണ് ഹിന്ദുമതം ഇപ്പൊ നിലകൊള്ളുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ തന്ത്രിക്കൊക്കെ ഈ ധൈര്യം വരുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പൊ നേരത്തെ അദ്ദേഹം പറഞ്ഞല്ലോ, ഭക്തജന സമിതിയിൽ അദ്ദേഹം പറഞ്ഞല്ലോ, ഞാൻ നാളെ ഉച്ചയ്ക്ക് അവിടെ വിളക്ക് തെളിക്കും, ഞാൻ കയറിയിട്ട് അവിടെ പൂജ ചെയ്യും എന്നൊക്കെ പറയുമ്പോ പുലയുണ്ടാവുന്ന ഈശ്വരനാണ്, നാരായണനാണ്, ശ്രീമൻ നാരായണനാണ് ഒരാൾ എപ്പോൾ ഭരിക്കണം, അയാൾ ഏത് ലോകത്തെത്തണം എന്ന് തീരുമാനിക്കുന്നത്. ആ ശ്രീമൻ നാരായണൻ അവിടെ ശ്രീകോവിലിനകത്തുണ്ട്. ആ ശ്രീമൻ നാരായണന് പോലും ഒരു വില കൊടുക്കാതെ ഒരു തന്ത്രി, ഒരു കേവലം മനുഷ്യൻ ഇങ്ങനെ അഹങ്കരിക്കുമ്പോൾ അത് ചോദ്യം ചെയ്യാനുള്ള ഒരു സമിതി അവിടെ ഉണ്ടായിരിക്കണം. അപ്പൊ ഓദിക്കന്മാരും പുരാളന്മാരും അല്ലെങ്കിൽ ആ കോവിലകവും അതുപോലെ തന്ത്രിയുടെ കുടുംബം തന്നെയും ഈ കേസിന് പോയിരിക്കുകയാണ്. ഈ ദുർവിധി ഒരു ക്ഷേത്രത്തിന് ഉണ്ടാവാതിരിക്കട്ടെ. ഇപ്പൊ ശബരിമലയിലൊക്കെ ഗതി എടുത്തു കഴിഞ്ഞാൽ നോക്കാം, ഹിന്ദുവിനെ സംബന്ധിച്ച് എത്രയോ വലിയ പ്രശ്നങ്ങൾ ഉള്ളപ്പോ അവിടുത്തെ തന്ത്രിയുടെ കണ്ണിൽ പെടുന്നത് ഈ തേങ്ങ ഉരുട്ടലും മഞ്ഞൾപ്പൊടി വിതരണമാണ്. അവിടെ അപ്പുറത്ത് കാക്കാമാര് പൈസ ഉണ്ടാക്കുകയാണ്. പിന്നെ ബാബുരൻ എന്ന സങ്കല്പത്തെ തമസ്കരിച്ചുകൊണ്ട് അവിടുത്തെ ക്ഷേത്രം മാറ്റി കളഞ്ഞുകൊണ്ട് അവിടെ കാക്കാമാര് പൈസ ഉണ്ടാക്കുന്നതിനെ പറ്റി തന്ത്രിക്ക് ഒരു അക്ഷരം പറയാനില്ല. തന്ത്രി പറയുന്ന തേങ്ങ ഉരുട്ടരുത്, നിങ്ങൾ തേങ്ങ ഉടക്കരുത്, തേങ്ങാവെള്ളം കുടിക്കരുത്, ഇങ്ങനത്തെ വിഡ്ഢിത്തരാണ് പറയുന്നത്. അപ്പൊ ഇത് ചോദ്യം ചെയ്യാനുള്ള അറിവുള്ളൊരു സമൂഹം വേണം. രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ലാത്ത, ഭരണത്തിൽ വരാൻ വേണ്ടി മാത്രം ഹിന്ദുവിനെ പീപ്പിൾ വിളിപ്പിക്കുന്ന ആളുകൾ ഇല്ലാത്ത ഒരു സമിതി ഇതിന് മേലെ ഉണ്ടായാൽ തീർച്ചയായിട്ടും ഗുണമുണ്ടാവും. അതിലൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഞാൻ പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഭക്തജനങ്ങൾ എല്ലാവരും പറയണം. തന്ത്രി പുല കഴിഞ്ഞു വരുമ്പോൾ 1,00,000 പുരുഷ സൂക്തം ജപിച്ച് ഗുരുവായൂരപ്പനെ അർച്ചന ചെയ്ത് നിത്യം സഹസ്രാവർത്തി ഗായത്രി ഒരു മണ്ഡലത്തിലേക്ക് ചെയ്ത് 1,00,000 പുരുഷ സൂക്തം പ്രായശ്ചിത്തമായിട്ട് ചെയ്ത ശേഷമേ അദ്ദേഹത്തിന് ഇനി അകത്ത് കടക്കാൻ അനുവാദം ഭക്തന്മാർ കൊടുക്കാവൂ. കാരണം അത്രയധികം വലിയ തെറ്റുകളാണ് അദ്ദേഹം ഗുരുവായൂർ അമ്പലത്തെ വെച്ച് ചെയ്തിട്ടുള്ളത്. ഗുരുവായൂരപ്പൻ മൂകസാക്ഷിയല്ല, കൗരവ പടയെ ഒന്നടങ്കം ഭസ്മീകരിച്ച പരമശക്തിയാണെന്ന് ഓർക്കണം. ഏത് വലിയ തന്ത്രിയായാലും തന്ത്രീശനായാലും തം യജ്ഞപുരുഷം ധ്യായൻ പുരുഷ സൂക്തേന സംസ്തൂയ പ്രണാമം കുര്യാത് യജ്ഞേഷു വിഹീനം തത് സമ്പൂർണം ഭവതീതി ശ്രുതി എന്നാണ് വൈഖാനസം പറയുന്നത്. വൈഖാനസ ഗൃഹസൂത്രം പറയാണ്, ഈ തെറ്റു പറ്റിയതിന് പ്രായശ്ചിത്തമായിട്ട് 1,00,000 ഒരു പുരുഷ സൂക്തം ജപിച്ചേ മതിയാവൂ അദ്ദേഹം എന്നാണ് എന്റെ അഭിപ്രായം. വിജേഷ് എന്ത് പറയുന്നു? ഇതിന്റെ പ്രധാന ഇഷ്യൂ എന്ന് പറഞ്ഞാല് ഭക്തജനങ്ങൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുക എന്നാണ് ദേവസ്വത്തിന്റെ ഭാഷ്യം. അതിന് തിരുത്തേണ്ടി വരും. നമ്മള് അത് തിരുത്തേണ്ട വിഷയമല്ല, അത് ഒരു പ്രധാന വിഷയമാണെങ്കിലും ഇവരുടെ ഇത് അവരുടെ കഴിവുകേട് അവർ തുറന്നു പറയാണ്. ഭക്തജനങ്ങൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കില്ല എന്നുള്ളത്. കാരണം ഗുരുവായൂരത്തെ തിരക്ക് ഈ അടുത്ത ദിവസങ്ങളിലോ കാലങ്ങളിലോ ഉണ്ടായിട്ടുള്ളതല്ല. വളരെ വർഷങ്ങളായിട്ട് ഈ വിശേഷ ഇത്തരം വിശേഷ ദിവസങ്ങളിൽ തിരക്കുണ്ടാവാറുണ്ട്. ഇപ്പൊ നമ്മളതിൽ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, ഞാൻ തന്നെ വിവരാവകാശം വെച്ചിട്ട് ഗുരുവായൂർ ദേവസ്വം ബോർഡിന് ഒരു മാസ്റ്റർ പ്ലാൻ, ഭക്തന്മാർക്ക് സൗകര്യം ഒരുക്കി കൊടുക്കാൻ മാസ്റ്റർ പ്ലാൻ ഉണ്ടോന്ന് ചോദിച്ച സമയത്ത് 4 പ്രാവശ്യം ഞാൻ ഈ ചോദ്യം 4 വർഷങ്ങളായിട്ട് ഇടവേളയിൽ ചോദിച്ചു. ഈ 4 പ്രാവശ്യം അവർ പറഞ്ഞ ഉത്തരം എന്ന് വെച്ചാല് നിലവില് മാസ്റ്റർ പ്ലാൻ ഇല്ലാന്നും അത് വ്യത്യസ്തങ്ങളായ 4 ഏജൻസിക്ക് 4 പ്രാവശ്യം കൊടുത്തതായിട്ട് അവരെനിക്ക് വിവരാവകാശ പ്രകാരം രേഖയാണ്. എന്ന് വെച്ചാല് ദേവസ്വം ബോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ ഭരിക്കുന്ന ബോർഡിന്റെ താല്പര്യത്തിനനുസരിച്ച് ഗുരുവായൂരിൽ പല പ്രൊജക്ടുകളും നടപ്പാക്കണം. ഇതൊന്നും ഭക്തർക്ക് സൗകര്യം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടല്ല എന്നുള്ളതാണ്. അവരുടെ ഇപ്പൊ ഈ പൂജാ വിവാദത്തിന്റെ ഇടയിൽ കോടികൾ ചെലവഴിച്ച് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കരാറ് കൊടുത്ത നിർമ്മിതികൾ നടക്കുകയാണ് ഇതിന്റെ ഇടയിൽ. അപ്പൊ ഇത് ഒക്കെ ഗൗരവത്തില് ഹിന്ദു സമൂഹം മനസ്സിലാക്കേണ്ടത് പരിശോധിക്കേണ്ടതാണ്. ബഹുമാനപ്പെട്ട കോടതി ഇതിൽ ഇടപെടണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കോടതിക്ക് കത്തയക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാര്യം എന്താ വെച്ചാല്, ഏറ്റവും നിസ്സാരമായിട്ട് ഒരു ഉദാഹരണം പറയാം. ഈ തിരക്ക് അനുഭവപ്പെടുന്ന ഇന്ന് വന്ന ഭക്തന്മാര് അധികം നല്ല വെയിലത്ത് റോട്ടിലെ ഇന്നർ റിംഗ് റോഡിന് ചുറ്റും നിൽക്കുകയായിരുന്നു. എന്തുകൊണ്ട് ഇത്ര വർഷങ്ങളായിട്ട് ഉള്ള ആവശ്യമാണ് ഗുരുവായൂർ ഒരു നല്ല ക്യൂ കോംപ്ലക്സ് ഉണ്ടാക്കണം, ഭക്തന്മാർക്ക് ഇരുന്ന് ക്യൂ അനുസരിച്ച് ഇരുന്ന് പോവാനും അതുപോലെ വെള്ളം കുടിക്കാനും ലഘുഭക്ഷണം കിട്ടാവുന്ന വിശ്രമം കിട്ടാവുന്ന തരത്തില്
സൗകര്യത്തിൽ ക്യൂ കോംപ്ലക്സ് ഉണ്ടാക്കണമെന്ന് വർഷങ്ങളുടെ ഒരു ആവശ്യമായിരുന്നു. പക്ഷെ നാളിതുവരെ ഇത് ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ദേവസ്വം ഒരു ബോർഡിനും സാധിച്ചിട്ടില്ല. അതിനു വേണ്ടിയിട്ട് ഭൂമി ഏറ്റെടുക്കലൊക്കെ നടത്തിയിട്ട് വലിയ വലിയ തരത്തിൽ പ്രസ്താവന നടത്തി. ഉമ്മൻചാണ്ടി വന്ന് ഫീസിബിൾ അല്ലാത്ത ഒരു കെട്ടിടത്തിന് തറക്കല്ലിട്ടു. ഇതൊക്കെ ശേഷം ഒരു 30-40 വർഷത്തിന് അടുത്ത് പഴക്കമുള്ള പാഞ്ചജന്യം കെട്ടിടം 15 കോടി രൂപയ്ക്കാണ് റിനോവേറ്റ് ചെയ്തത്. 15 കോടി രൂപയ്ക്ക്. ഈ 15 കോടി ഉണ്ടായിരുന്നെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ അടുത്ത് ഒരു ക്യൂ കോംപ്ലക്സ് ഭക്തർക്ക് സൗകര്യപ്രദമായിട്ട് ധാരാളം സ്ഥലം ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്, അവിടെ പണിയായിരുന്നു. അപ്പൊ അവർക്ക് ആ ഭക്തന്മാർക്ക് വരുന്ന സമയത്ത് അവർക്ക് സ്ലോട്ട് അനുസരിച്ച് ക്ഷേത്രത്തിലേക്ക് ദർശനം അനുവദിക്കാം. ഈ 1000 രൂപയുടെ ദർശനത്തിന്റെ ടിക്കറ്റ് നാളെ നോക്കിക്കോളൂ, വാർത്ത വരുന്ന സമയത്ത് റെക്കോർഡ് നടത്താൻ വേണ്ടിയിട്ടാണ് ക്ഷേത്രത്തിലെ പ്രധാന പൂജ മാറ്റിയിട്ട് വിപ്ലവം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇതിൽ മാറേണ്ടത് ദേവസ്വം ഭരിക്കാൻ വരുന്ന അധികൃതരുടെ മനോഭാവമാണ്. ഈ ദേവസ്വം അധികൃതര് ഈ നിലപാട് തിരുത്തി മുന്നോട്ട് പോയില്ലെങ്കിൽ വിജേഷ്, എന്തായാലും ഗുരുവായൂർ ക്ഷേത്രത്തെ നശിപ്പിക്കാൻ ഞങ്ങൾ ആരെയും അനുവദിക്കില്ല. ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ എന്തായാലും ഞങ്ങൾ സജീവമായിട്ട് ഇടപെടും എന്ന ഉറപ്പ് തരികയാണ്. സമയപരിമിതി കൊണ്ട് ചർച്ച അവസാനിപ്പിക്കുകയാണ്. ആചാര ഭംഗത്തിലെ അതൃപ്തി സുപ്രീം കോടതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൂജ റദ്ദാക്കിയത് ഭക്തരുടെ അസൗകര്യം കണക്കിലെടുത്താണെന്ന ദേവസ്വത്തിൻ്റെ വാദം സതുദ്ദേശപരമാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. ആരാധനാമൂർത്തിയുടെ അവകാശങ്ങൾ നിഷേധിക്കാൻ പാടില്ല എന്ന കോടതിയുടെ നിരീക്ഷണമാണ് ഇവിടെ ശ്രദ്ധേയം. അത് മനസ്സിലാക്കാൻ തന്ത്രി ചെന്നാസ് നമ്പൂതിരിപ്പാടിന് ആയില്ലല്ലോ എന്നതാണ് ഖേദകരം. ഗുരുവായൂരപ്പനെയും ഭക്തലക്ഷങ്ങളെയും വേദനിപ്പിച്ചതുകൊണ്ടായിരിക്കാം തന്ത്രിക്ക് ഈ സവിശേഷ ദിനത്തിൽ ക്ഷേത്രത്തിനകത്ത് കയറാൻ സാധിക്കാതിരുന്നത്. ജനൻ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദിയൊപ്പം പ്രേക്ഷകർക്കും.